വെളിപ്പാട് പുസ്തകം. തിരുവചനത്തിലെ അവസാന പ്രവചന ഗ്രന്ഥമാം വെളിപ്പാട്. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ കിടക്കുമ്പോൾ സ്വർഗം കൊടുക്കുന്ന അരുളപ്പാട് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. 404 വാക്യങ്ങളും 22 അധ്യായങ്ങളുമാ വെളിപ്പാട് പുസ്തകത്തിന്റെ ആത്യന്തികമായ പ്രത്യേകത. ഇതെഴുതിയത്, എല്ലാവരും ശ്രദ്ധിക്കണം, 1-2 കാര്യങ്ങൾ പറയാം. ഇതെഴുതിയത് അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, അവൻ സുവിശേഷം എഴുതി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന് യോഹന്നാൻ പരിചയപ്പെടുത്തി. 2, അവൻ 3 ലേഖനം എഴുതി തിരുവചനത്തിൽ. അതിന്റെ പേര് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാനിരിക്കുന്ന കാലവും എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ഉപദേശത്തിന്റെ അതിർവരമ്പ്. 3, ഒരു പുതിയ നിയമത്തിൽ ഒറ്റ രാഷ്ട്രീയ പ്രവചനമേ ഉള്ളൂ, വിശുദ്ധ വെളിപ്പാട് പുസ്തകം. അതെഴുതിയതും യോഹന്നാനാണ്. ഇന്ന് രാത്രി യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കണം, അപ്പച്ചാ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ധന്യനായ പൗലോസ് ലീഗ 14 ലേഖനം എഴുതി. ലൂക്കോസ് സുവിശേഷം സഭയുടെ ചരിത്രം എഴുതി. പക്ഷേ പ്രവചനമൊന്നും ആരും എഴുതിയില്ല. യോഹന്നാനോട് ചോദിക്കണം, സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദമാണോ, അല്ലെങ്കിൽ ഹരിയാന ഡെറാഡൂൺ ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ, അല്ലെങ്കിൽ വെള്ളറുടെ ആത്മീയമന്ന കോളേജിന്റെ ബിരുദമാണോ? യോഹന്നാൻ അപ്പോസ്തലൻ പറയാ, അതൊന്നുമല്ല. അന്ത്യം വരെ കാൽവരുടെ കൊലക്കളത്തിൽ അവന്റെ മാറോട് ഞാൻ ചാരിയിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. പ്രവചനം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. ലേഖനം എഴുതുവാൻ സർവശക്തൻ കൃപ ചെയ്തു. അപ്പച്ചാ അമ്മച്ചി, ഇന്ന് രാത്രി ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, വീട്ടുകാർ മാറും. കാൽവറി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഹല്ലേലൂയ ഒരു അന്ധകാര സാക്ഷിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. പത്മോസിന്റെ ഏകാന്തതയിൽ നാട് കടത്തുമ്പോഴാ ഈജിപ്റ്റ് തേംസ് നദിയിൽ പൂവാറിൽ ഐലൻഡ് കിട്ടുന്ന പോലെ ഒരു ഐലൻഡാ. സ്തോത്രം. 16 കിലോമീറ്റർ നീളം, 10 കിലോമീറ്റർ വീതി. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്നിടത്ത് ഈ വയോധികനായ അപ്പച്ചനെ കൊണ്ട് അവിടെ തള്ളിക്കളഞ്ഞത്. പടയാളികൾ പോയി. ആ സമയത്ത് അപ്പച്ചൻ മുട്ടുമടക്കി സ്വർഗകരം ഇറങ്ങുന്നു. 5 കാഴ്ചകൾ. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥികഷ്ണം മാറുന്ന തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം. പാറക്കൂട്ടങ്ങളുടെ നടുവിൽ അപ്പച്ചൻ വിചാരിച്ചു, ഞാനിവിടെ തീർന്നു പോകും. എങ്കിലും കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. മക്കളെ, മുട്ടുമടക്കി നിങ്ങൾ എന്ന് കണ്ണുനീരോടെ പായ്ക്കകത്തിരുന്ന് കരയും, അന്ന് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. സ്വർഗം വിശ്വസ്തനാ. ഇന്ന് രാത്രിയും പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അമ്മമ്മ വിളിച്ചു പറ, എളിയവർ നിലവിളിച്ചു. അച്ചായ പറ, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചു. സ്വർഗം അവർക്ക് അവന് വേണ്ടി തുറന്ന്. ആ ദിവ്യദർശനമാ വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപഠിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ നാദം. കാൽവറിയിൽ 186 മുള്ളുള്ള കിരീടം നമ്മുടെ നാഥനെ അടിച്ചിറക്കിയത്. 39 അടികളാ പെരിട്ടോണിയസ് കൊടുത്ത്. പിന്നെ ശരീരം മുഴുവൻ മുറിവാ. അത് കണ്ട യോഹന്നാൻ കണ്ടത് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം. അവനങ്ങ് മുട്ടുമടക്കി. ഒരു കരം, ആദ്യം അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കൈവശം. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്ക് ജീവിച്ചു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. 404:22. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ തൃത്വത്വം, 14 സിയോൻ മലയിൽ കുഞ്ഞാട്, 15 കൈമേലും നെറ്റുമേലും ചിപ്പ് വെക്കാത്തവർ. ഇന്ന് രാത്രി പറയുമ്പോൾ അവസാനിക്കും ആ കുഞ്ഞാടിന്റെ വീണകൾ. 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 16 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 ന്യായാസനങ്ങൾ, 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. 22 യോഹന്നാൻ. പുസ്തകം അവസാനിപ്പിച്ചോ കുഞ്ഞ്, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കട്ടെ, പോസ്റ്റ് ഇടുന്നവൻ പോസ്റ്റ് ഇടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, നീതിമാൻ പ്രാർത്ഥിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതാ വെളിപ്പാട് ദീർഘദർശിയൻ കടിതം. ഇന്ന് രാത്രിയും 1000 ആണ്ട് വാഴ്ച. വിശുദ്ധ ബൈബിളിൽ 10 യുഗങ്ങൾ. ആദ്യ ദിവസവും പറഞ്ഞു. 1 ദൂതന്മാരുടെ യുഗം, 2 നെൽക്കൽവർഷ യുഗം. സംശയം ഇത് കേൾക്കാത്തവരുണ്ട്. ഈ ഹെബ്രോൻ മിഷനി കിടപ്പുണ്ട്. അതിനകത്ത് 1-ാം ദിവസം പ്രസംഗം എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. 1 ദൂതന്മാർ, 2 നെൽക്കൽമഷം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 ഇന്നത്തെ യുഗം കൃപായുഗം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടാറായി, കൃപായുഗം തീരാറായി, രക്ഷയിൻ വാതിലടയാറായി. സ്തോത്രം. അത് കഴിഞ്ഞാൽ 4 യുഗമുണ്ട്. എതിർ ക്രിസ്തുവിന്റെ ഭരണം, ഉപദ്രവം, മഹോപദ്രവം, 7 വർഷം. അത് കഴിഞ്ഞ് കുഞ്ഞു വായിച്ച 1000 ആണ്ട് വാഴ്ച.
അത് കഴിഞ്ഞ് 10ാമത്തെ യുഗം നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് പാടും, എവർലാസ്റ്റിംഗ് എറ്റേണിറ്റി. അതുകൊണ്ട് കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഇങ്ങനെ പാടും, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കട്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവ് ഒരുക്കുന്ന നിത്യ വീട്ടിൽ തൻ്റെ സഭയുമായി കോടാനുകോടി യുഗങ്ങൾ പ്രിയൻ വാഴും, എവർലാസ്റ്റിംഗ് എറ്റേണിറ്റി. അങ്ങനെയെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ ആരൊക്കെ? കുഞ്ഞ് വായിച്ചു. 1 മൃഗം, 2 പ്രതിമ, 3 സംഖ്യ, 4 മുദ്ര. 5ാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം തലയിറക്കപ്പെട്ട അഥവാ ആത്മാക്കളെ ഞാൻ കണ്ടു. അതിൻ്റെ അർത്ഥം യഹൂദനിലേക്കാണ് ഇനി പോകുന്നത്. അതിനാസ്പദമായി ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കൃപായുഗം. കൃപായുഗത്തിന്റെ പ്രത്യേകത എല്ലാവരും കേൾക്കണേ. എന്താ കൃപായത്തിന്റെ പ്രത്യേകത? കർത്താവ് വരുന്നത് എങ്ങനെയാന്ന് ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. രഹസ്യ വരവ്. അതിൻ്റെ ആസ്പദമായി നമുക്കിവിടെ തന്നെ പിടിക്കാം. സ്തോത്രം. ഇവിടെ ഈ ട്രോളിങ് സമയമുണ്ട്, അന്നേരം മീൻ വളരെ കുറവാണ്. ട്രോളിങ് 1 മാസം കൊല്ലം കൂടും പൂവാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചെറുപാരക്കോണത്തെ സിസിലി ചേച്ചി ഈ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ നോക്കിയപ്പോൾ സ്ഥിരമായിട്ട് വരുന്നത് ഓട്ടോക്കാരൻ വരുന്നത് പി ആയിട്ട്. സ്തോത്രം. അപ്പോൾ ഓട്ടോക്കാരൻ വന്ന ചേച്ചി 1 മാസമായിട്ട് മീനില്ല, നല്ല മുഴുത്ത നെത്തോലിയപ്പോൾ 200 രൂപ തന്നാൽ 2 ചട്ടി തരാൻ, കാൽസ്യം, മുട്ടുവേദനയും കൈവേദനയും എല്ലാം മാറുമെന്ന്. സ്തോത്രം. അപ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന പെട്ടി മീൻ കഴിച്ച സിസിലി ചേച്ചി വിചാരിച്ച് 200 പോയാലും വേണ്ടിയല്ല, അരിമയാന പൂവാർ മീൻ കിട്ടുമെന്ന് വിചാരിച്ചു. സ്തോത്രം. അത് കൊടുത്ത് നല്ല മീനായിരുന്നു. അപ്പോൾ രാവിലെ ചേച്ചി ഇച്ചിരി തിരക്കിലായിരുന്നു ചപ്പാത്തിയും കടലയും ഉണ്ടാക്കാനായിട്ട്. 2 ചട്ടിയിൽ മീൻ അവിടെ വെച്ചു. ജ്യോതി മോളോട് പറഞ്ഞു, മക്കളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മീനെ വൃത്തിയാക്കാം. എല്ലാവരും കേൾക്കണം ഗഹനമായി. ജ്യോതി മോളും അമ്മയും കൂടെ രാവിലെ ചപ്പാത്തി എല്ലാം കഴിച്ചു. എന്തോ ചെയ്തെന്നറിയാമോ? സ്തോത്രം. മീൻ നന്നാക്കാൻ ഇറങ്ങി. അപ്പോഴാ പാറശാല ഗ്രാമപഞ്ചായത്ത് കൊടുത്ത് 40 കോഴിക്കുഞ്ഞുങ്ങൾ എവിടെ കിടപ്പുണ്ടെന്നറിയാവും? തൊട്ടുപുറത്ത് കൂട്ടിലാണ് കിടക്കുന്നത്. സ്തോത്രം. ഇതുകൂടെ നിങ്ങൾ കേൾക്കണം. സഹോദരി ജ്യോതിമോളും അമ്മയും കൂടെ മീനെല്ലാം നന്നാക്കി സിസിലി ചേച്ചൂടെ സൗരി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ തലയെല്ലാം ഇവിടെ നിരത്തിയിടണം, ഞാൻ മീൻ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുക, കോഴി കൊച്ചുങ്ങളെ തുറന്നുകൊണ്ട്. അവളേറ്റ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷണിക്കാത്ത ഒരുവൻ മീൻ നന്നാക്കുന്ന മുരിങ്ങാടെ മേളിയിരിപ്പുണ്ട്. അവൻ്റെ പേരാ പരുന്ത്. ആരും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. അവൻ അവിടെ ഇരിക്കുക. ഈ ജ്യോതിമോള് ഇതെല്ലാം തലയെല്ലാം അവിടെ ഇട്ടതിന് ശേഷം അവൾ കോഴി കൊച്ചുങ്ങളെ തുറന്ന് കോഴി കൊച്ചുങ്ങളെ മീൻ തല നെത്തോലിയുടെ തലയിൽ പടപടാ തിന്നാൻ വന്നു. സ്തോത്രം. ആ സമയത്ത് സമയം പോയി പെങ്കൊച്ചിന് മൊബൈൽ കുത്താൻ ഒറ്റ പോക്ക്. പരുന്തിന് കാര്യം പിടികിട്ടി ഒറ്റ വരവ്. സ്തോത്രം. കാലയിൽ 3 എണ്ണത്തിന്, മറ്റേ കാലയിൽ 3 എണ്ണം. കോഴി കൊച്ചുങ്ങൾ ചെറുവാരക്കോണത്തൊരു നിലവിളി, കിയോ കിയോ. സ്തോത്രം. അകത്ത് നിന്ന് സിസിലി ചേച്ചി ഒറ്റ ചാട്ടം 6 എണ്ണത്തിനെ കൊണ്ടുപോയേ. സ്തോത്രം. അതിൻ്റെ പേരാ സഭയുടെ ഉൽപ്രാപണം. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടും. കോരിന്ത്യ ലേഖനം, തിക്ലിംഗ് ഓഫ് ഐസ്. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ. നമുക്ക് രൂപാന്തരത്തെ പറ്റി അറിയത്തില്ലയോ? ഏലിയാവ് യോർദാന്റെ അക്കരെ ചെന്നപ്പം ആരാ? അഗ്നിരഥങ്ങളും അഗ്നിയേശങ്ങളും വന്ന് പിന്നെ അവനെ കണ്ടില്ല. അപ്പൊ എവിടെ പോയെന്നറിയത്തില്ല. അതുപോലെ ഇവിടുന്ന് ദൈവമക്കൾ രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. ആ പ്രസംഗം നമുക്ക് ദൈവത്തിങ്കര പ്രസംഗിക്കാം. നേരത്തെ വന്നാൽ കേൾക്കാം. മനുഷ്യൻ എങ്ങനെ രൂപാന്തരപ്പെടും, എങ്ങനെ മേളിലോട്ട് കയറുമെന്നൊക്കെ പറഞ്ഞു തരാം. സ്തോത്രം. അതുപോലെ രൂപാന്തരപ്പെടും. അതിൻ്റെ പേരാ റാപ്ചർ. അപ്പം വിചാരിക്കും പെന്തിക്കോസുകാരാ പോകുന്നതെന്ന്. പെന്തിക്കോസുകാരല്ല. ആരെ ചേർക്കാൻ കർത്താവ് വരും? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. സ്തോത്രം. തൻ്റെ സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നത്. സ്തോത്രം. അല്ല ഇന്ന ആൾക്കാരെ തേക്കാർക്കാനല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ട ദൈവസഭ. അതാ സഭയുടെ ഉൽപ്രാപണം. അതിനാസ്പദമായി കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള വാലിബരല്ല അവിടെ വയ്ക്കുന്നത്. അമേരിക്കയിൽ ഞാൻ പോയിട്ടില്ല. അമേരിക്കയിൽ ചെറുപ്പക്കാർ പ്രസംഗം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കാറിന്റെ പുറകെ ഒരു സ്റ്റിക്കർ ചില കാറുകളിൽ കാണുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? ഐ ആം എ ജീസസ് ബിലീവർ. അതിന്റെ അർത്ഥം ഈ ഡ്രൈവർ രക്ഷിക്കപ്പെട്ടവനാണ്. വരുന്നവന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, നീ ഗുണപ്പെട്ടവനാണെന്ന് ചോദിച്ചാൽ വല്ലവരും ടാക്സി കയറുമോ? സ്തോത്രം. അതുകൊണ്ട് ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുക. അതിന്റെ അർത്ഥം ഈ യാത്രയിൽ കാഹളം കേട്ടാൽ ഞാൻ പോകും, താങ്കൾ രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ പെരുവഴിയാകും. സ്തോത്രം. അതുകൊണ്ട് അമേരിക്കയിൽ സ്റ്റിക്കർ. 2 നാളെ ഈ പാറശാല നാഗർകോവിൽ പാസഞ്ചർ. പണ്ടത്തെ ട്രെയിനകത്ത് ഒരു സ്തോത്രം ഒരു ലോക്കോയെ ഉള്ളായിരുന്നു. ഇങ്ങനെ അടിച്ചുവിട്ട് എഞ്ചിന് പുകച്ച് കൽക്കരിയായിട്ട് പോകും. നിങ്ങൾ തിരുവനന്തപുരത്തെയോ വന്ദേ ഭാരതമോ ഒക്കെ ജനശതാബ്ദിയോ ഒക്കെ 2 പേരിലെയോ ട്രെയിൻ വിടുന്നു, ട്രെയിനകത്ത് കയറിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പാറശാല നിരണിയൽ നാഗർകോവിലിൽ പോകുമ്പോൾ സ്തോത്രം ആ തടിക്കാരി കോണത്ത് പുഴയുടെ മേളം കാണി വെച്ച് ഗാകളം കേട്ട് കഴിഞ്ഞാൽ ഒരുത്തനെയുള്ള അവൻ പോയി 8 കമ്പാർട്ട്മെന്റ് പെരുവഴി കിടക്കും. സ്തോത്രം. അത് ആർക്ക് പിടികിട്ടി? ഇന്ത്യൻ റെയിൽവേക്ക് പിടികിട്ടിയെന്ന്. സ്തോത്രം. അതുകൊണ്ട് ആ ട്രെയിനിന്റെ ഫ്രണ്ടിൽ 2 ലോക്കോ പൈലറ്റ്. അത് കഴിഞ്ഞ് പെന്തിക്കോസുകാരുടെ അടുത്ത് നിങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് പോകണം. അനന്തപുരിയുടെ പുറത്ത് കയറി നിൽക്കുമ്പോൾ കാണാം ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം. പാറശാല കുറുങ്കുട്ടി ഡിപ്പോ ഇട്ടേക്കുന്ന പോലെ അപ്പൊ പ്ലെയിൻ വന്ന് കിടക്കുന്നു. സ്തോത്രം. അപ്പൊ ആ പ്ലെയിനകത്ത് ഫ്രണ്ടിൽ നോക്കണ ഒരു കണ്ണാടി
2 പേര് അതിനകത്തിരിപ്പുണ്ട്. രണ്ട് ബസ്സിലെ കിളിയല്ല, കിളിയെ നീലാഞ്ചന പൈങ്കിളിയല്ല. സ്വോത്രം. 2 പൈലറ്റുമാർ ദാണ്ട് അങ്ങനെ ഇങ്ങനെ താണ്ട് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അതിൻ്റെ അർത്ഥം ഇവിടുന്നൊരു പ്ലെയിൻ മസ്കറ്റിലേക്ക് പോയാൽ 3:40, ദുബായിലേക്ക് പോയാൽ 3:50, അബുദാബി 4:10. ഇത്രയും സമയം. ഇവിടുന്ന് ന്യൂഡൽഹിക്ക് പോകുന്ന ഇൻഡിഗോയ്ക്കകത്ത് വരെ അല്ല, ബാംഗ്ലൂരിന് പോകുന്ന 120 കുഞ്ഞു വിമാനത്തിൽ 2 പൈലറ്റാ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈ എയറിൻ്റെ പറപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് തിരുവനന്തപുരത്ത്, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. വളരെ എൻ്റെ പ്രസംഗം കേൾക്കുന്നത്. ഞാനൊരു ദിവസം ആ സഹോദരി ഡയറക്ടർ കേൾക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്, പാഷ നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട്. ഞാൻ ചോദിച്ചു എവിടം വരെ പറപ്പിക്കാറുണ്ട്? പാഷ ഞാൻ ഒറ്റയ്ക്ക് 3 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് മസ്കറ്റ് വരെ ഓടിക്കാറുണ്ടെന്ന്. സ്വോത്രം. ഇപ്പുറത്തെ ആളുണ്ടായാലും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കൂടെ ഇത്രയും പറപ്പിക്കാമെങ്കിൽ പിന്നെന്തിനാ വേറൊരാളെയും കൂടി ഇരുത്തിയേക്കുന്നത്? അത് പാസ്റ്റല്ലേ പ്രസംഗിക്കുന്നത്. ഇടയ്ക്ക് ഡോർ തുറന്നാൽ ഞാൻ പോകും. സ്വോത്രം. അതുകൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കേണ്ട. സ്വോത്രം. എയർ ഇന്ത്യയിലെ പൈലറ്റ്, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. സ്വോത്രം. എന്നോട് പറഞ്ഞതാ, ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. അമേരിക്ക കാറ് സ്റ്റിക്കർ, തിരുനെൽവേലി സോൺ, കന്യാകുമാരി ട്രെയിനകത്ത് 2 ലോക്കോ, ഏത് പ്ലെയിനകത്ത് 2 പൈലറ്റ്. അവർക്കെല്ലാം കാര്യം പിടിയിട്ട് എന്തോ നടക്കുമെന്ന്. നമ്മൾ പെന്തിക്കോസുകാർ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. ബാക്കി മിണ്ടണ്ട, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. സ്വോത്രം. എല്ലാം റെഡിയായി കഴിഞ്ഞു. സ്വോത്രം. ഇതൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. ആ യുഗത്തിൻ്റെ പേരാ കൃപായുഗം. കൃപായുഗം കഴിഞ്ഞാൽ ഒരു 3-ാം ലോകമഹായുദ്ധം ഇവിടെ നടക്കും. അതാ ഇന്നത്തെ ഇസ്രായേൽ ഹമാസ്. എവിടെ തുടങ്ങി? 2022 തൊട്ട് ഞാൻ പ്രസംഗിക്കുക. റഷ്യ ഉക്രൈൻ. അത് പ്രസംഗിച്ചുകൊണ്ട് അവിടെ പ്രസംഗിക്കാത്ത ശുഭലാൽ പാസന്റെ കൂടിരുന്ന് എവിടേക്ക് ഇരുന്ന് കേട്ടെന്നറിയത്തില്ല. സുരേഷ് ബ്രദറൊക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷത്തിലേക്ക് പോവുക. ഫെബ്രുവരി ആകുമ്പോൾ ഇന്നും അടിച്ചുകൊണ്ടിരിക്കുക. ഈറ്റുനോവിൻ്റെ ആരംഭം റഷ്യ ഉക്രൈൻ. ഇതെല്ലാം ഇസ്രായേലിലാണ്. അടുത്ത ഇസ്രായേൽ സിറിയ, അടുത്ത ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ലബനോൻ, ഇസ്രായേൽ തുർക്കി, ഇസ്രായേൽ ഇറാൻ. ഇതെല്ലാം അന്തിമ ദിനം വരും. ഇത് ചെല്ലാൻ പോകുന്ന അന്തിമ യുദ്ധം. ഈറ്റുനോവിൻ്റെ ആരംഭം. കോവിഡ് അതാ ഞാൻ പറഞ്ഞ സാറിന് സംഭവമല്ല. ഇത് അവസാനിക്കുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരണമെങ്കിൽ ഇന്റർനെറ്റ് വരണം. അതിനാസ്പദമായ AI വിത്ത് ഇന്റർനെറ്റ്. അതിനാസ്പദമായി ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു. എലോൺ മസ്ക് ആഗോള വ്യാപകമായി ഇന്ന് മൈക്രോ ചിപ്പ് കൊണ്ടുവരിക. അതാണ്ട് ഇന്നലെ ഞാൻ കാണിച്ചത് ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകാം. എലോൺ മസ്ക് ആഗോള വ്യാപകമായി ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ ദാണ്ട് മസ്തിഷ്കത്തിൽ ചിപ്പ്, ന്യൂറോലിങ്ക്. ദാണ്ട് ഇതെല്ലാവരും കാണും. അതുകൊണ്ടാണ് സ്പീഡ് കുറച്ച് പ്രസംഗിക്കുന്നത്. ന്യൂറോലിങ്ക് 2016 അമേരിക്കയിൽ ഒരു കമ്പനി പറയുന്നത് ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. അതിൻ്റെ തലവനായ യഹൂദന്റെ ഏറ്റവും വലിയ വ്യവസായി, അവൻ്റെ പേരാ എലോൺ മസ്ക്. അവൻ ആ ചൊവ്വയിലേക്ക് ആളവിടാൻ പോകുന്നത്, മോഡി സാറിനായിട്ട് കരാർ ഒപ്പിടാൻ പോകുന്നത്, $1000 കോടി ഇന്ത്യയായിട്ട് കരാർ ഒപ്പിടാൻ പോവുക. ഇന്നത്തെ വാട്സപ്പ്, ഫേസ്ബുക്കിന്റെ മെറ്റയെല്ലാം അവൻ കൈക്കലാക്കാൻ പോവുക. സ്വതന്ത്രം ട്വിറ്ററും അവൻ്റെ കയ്യിലായി. ഏറ്റവും വലിയ വ്യവസായി എലോൺ മസ്ക്. ദാണ്ട് മസ്തിഷ്കത്തിൽ ചിപ്പ്. അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു മൈക്രോ ചിപ്പിന്റെ പേരിൽ വരും. എന്തായി മൈക്രോ ചിപ്പിന്റെ പ്രത്യേകത? ഇന്ന് ഞാൻ പറയാം. ഇന്ന് ATM-നകത്ത് നാനോയും സിലിക്കോണും മൈക്രോയും DNA. അടുത്തത് വരാൻ പോകുന്നത് ഇന്ന് രാത്രി പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു അരി, അതാ ബിരിയാണി അരിയുടെ വലിപ്പമുള്ള ഒരു ചിപ്പ് വച്ചാൽ അതിനകത്ത് 1000 കാര്യങ്ങൾ ഡീകോഡ് ചെയ്യാം. 1000 കാര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച്. എല്ലാവരും കേൾക്കണം. അതിനൊരു ബാറ്ററി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്യാം. അതാണ് ലോകം ടെലിപ്പതിയിലേക്ക്. ഇതാണ്ടേ എല്ലാവരും ശുഭലാൽ ഭാഷയിൽ കാണുന്ന തലച്ചോറിൽ ചിപ്പ്. ഇതാ ക്ലിയറായി പറഞ്ഞ്, തലച്ചോറിൽ ചിപ്പ്. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യന്റെ തലയിലോ കയ്യിലോ ഇത് കൊടുത്താൽ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് അതിന് കിട്ടും. അതിനാസ്പദമായി ഇതിങ്ങനെ വരും ടെക്നോളജി. രണ്ടാമത്തെ കാര്യം, അമേരിക്കയിൽ നിന്നൊരു കമ്പനി ജോൺസൺ പറയുന്നു, ചിപ്പല്ല, ഒരു ബാൻഡേഡ് നിങ്ങളുടെ കയ്യിലൊട്ടിക്കാം. അതിനെ മൈക്രോ നീഡിൽ പാച്ച് കയ്യിലൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പെൻഡ്രൈവിന്റെ ഒരു ഫിലമെന്റും ഒരു ബാറ്ററി കൂടെ വെച്ചാൽ എവിടെ വെച്ചു ഇതിനെ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എവിടെയും പോകാം. ജോൺസൺ അവർ പറയുന്നതാണ് ഏറ്റവും നല്ല കണ്ടുപിടുത്തം മൈക്രോ നീഡിൽ പാച്ച്. അപ്പൊ നിങ്ങൾക്ക് സംശയം, ഒരു നെന്മണി വലിപ്പമുള്ള ഈ റൈസിനകത്ത് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്ററിനകത്ത് മുഴുവൻ കാര്യം വരുമെന്ന് ആസ്പദമായി സുരേഷ് ബ്രദറിനെ തന്നെ പിടിക്കാം. ഒരു 15 കൊല്ലം മുമ്പ് നമ്മുടെ ചെങ്കവിള വർഗീസ് പാസ്റ്റർ കൺവെൻഷന് വന്ന്, അന്ന് പെട്രോൾ പമ്പ് ഇവിടെ ഡീസലില്ല. അല്ല CD-ക്കകത്തൊരു പാട്ട് സുരേഷ് ബ്രദർ ഇട്ടിട്ട് ലോകം കേൾക്കാനായിട്ട് ഒറ്റ പോകും. യേശു വരാൻ കാലമായി ബൈക്കും എടുത്ത് പാറശാലയ്ക്ക് അപ്പുറത്ത് പെട്രോൾ മേടിക്കാൻ പോയി. സ്വോത്രം. വർഗീസ് പാസ്റ്റർ ഏൽപ്പിച്ച പാട്ട്. കഷ്ടകാലത്തിന് ഈ CD അങ്ങ് സ്ട്രക്കായി, പാട്ടുമില്ല. സ്വോത്രം.
വർഗീസ് പാസ്റ്റർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാ. ഇച്ചിരി എന്തായാലും വന്ന് പിന്നെ CD പുതിയതിട്ട് ഇന്ന് അതാന്ന്. ഇന്ന് സുരേഷ് ബ്രദർ ഇവിടെ വന്ന് സഹോദരിമാര് ബ്ലൗസേ കുത്തുന്ന ഒരു സാധനമുണ്ട്, പിന്നെ അവന്റെ മൂത്ത ചേട്ടൻ ആ പെൺഡ്രൈവ് സ്വോത്രം, അതിനെ ഒറ്റ കുത്തണം സ്വോത്രം. അത് കുത്തിയിട്ട് നേരെ കുന്നംപുറത്ത് പോയിട്ട് വന്നാലും പാട്ട് തീരത്തില്ല. ചെന്നൈ കറങ്ങിയിട്ട് വന്നാലും സ്വോത്രം 400 പാട്ട് താണ്ട് ഇത്രയും ഒരെണ്ണത്തിൽ കാണും സ്വോത്രം. അത് കഴിഞ്ഞിട്ട് സഹോദരിമാരെ ഒരു കാര്യം സ്വോത്രം അതുകൂടെ പറയാം. എൻ്റെ ഭാര്യ സ്കൂളിൽ അധ്യാപിക. അപ്പം ഒരു ദിവസം എൻ്റെ ഭാര്യയുടെ അടുത്ത് പഠിപ്പിക്കുന്ന ഒരു പിന്നെ കണക്ക് ടീച്ചർ. അപ്പം ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ കണക്ക് ഭയങ്കര പാടാ, എങ്കിലും എൻ്റെ കുഞ്ഞ് നോട്ട് എഴുതി എടുത്തുകൊണ്ട് വന്ന് അവളിപ്പോൾ പെൻഡ്രൈവിലാക്കി രാത്രി ഇരുന്ന കേൾക്കുന്നതെന്ന്. ഞങ്ങളുടെ ഹൃദയം കത്തിപ്പോയി. എങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പെൻഡ്രൈവിൽ എടുക്കുമെന്ന് സ്വോത്രം. അപ്പം അങ്ങനെ ഇരുന്നപ്പം സംശയം തോന്നി സ്വോത്രം. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയാവും. ഒരു ദിവസം രാവിലെ ടീച്ചർമാർ പെൺകുട്ടിയായിരുന്നു സ്വോത്രം. ഇവള് വന്നപ്പോൾ ഒരു സംശയം കൊണ്ട് നമ്മളെങ്ങാണ് മിണ്ടാൻ പോരുത്, കാലം മോശമാണ് സ്വോത്രം, സാറന്മാർ മിണ്ടരുത് പെൺപിള്ളേരുടെ കഥ കഴിഞ്ഞു സ്വോത്രം. ഇവർ പെൺ ടീച്ചർമാരായതുകൊണ്ട് ഇവരൊരു കാര്യം ചെയ്ത് എവിടെ ബാഗ് മക്കളെ ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. നല്ല പെൻഡ്രൈവ് 2 എണ്ണം കിട്ടി സ്വോത്രം. അമ്മ പറയുന്ന ഇവള് ടീച്ചർമാർ പഠിപ്പിക്കുന്ന പെൻഡ്രൈവിലിട്ട് രാത്രി കണ്ട് ഇവള് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയെന്ന്. പെൻഡ്രൈവ് ഇട്ടപ്പോൾ സുന്ദരമായ മമ്മൂട്ടിയുടെ സിനിമ ലാപ്ടോപ്പിനകത്ത് നിറക്കൂട്ട് യാത്ര സ്വോത്രം. അമ്മച്ചി പുറത്തിരുന്ന പ്രാർത്ഥന, ശലോമന്റെ മേൽ ജ്ഞാനം വന്ന കർത്താവെ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം. അവിടെ ന്യൂഡൽഹി സിനിമ കണ്ടോണ്ടിരിക്കുക സ്വോത്രം. അതുപോലെ കഥ പടച്ച് പെൻഡ്രൈവ് കാണുന്ന ഒത്തിരി എണ്ണം ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് മാനസാന്തരപ്പെട്ടോണം, സൗകര്യമാർ ശ്രദ്ധിച്ചോണം സ്വോത്രം. ഇതൊക്കെ വലിയ പഠിപ്പ്. അതുകൊണ്ടായി പിള്ളേർ പറയുന്നത്, വെളിനാട്ടിലെങ്ങാണ് അപ്പനുണ്ടേ പറയും, പപ്പാ എനിക്കൊരു ലാപ്ടോപ്പ് കൊണ്ടുവരണം, ഭയങ്കര നോട്ട് എഴുതാനുണ്ടെന്ന്. ഒരു മണ്ണാങ്കട്ടയില്ല, 200 പേജിൻ്റെ ബുക്കിൽ എഴുതാനുള്ളതേ ഉള്ളൂ സ്വോത്രം. നമ്മുടെ കയ്യിലിരിക്കില്ല സിലബസ്, ഇന്ന് ഞാൻ സഹിതം ക്ലാസ് എടുക്കുന്നു സ്വോത്രം. അപ്പം അതുകൊണ്ട് എന്താ സംഭവം ഇത് ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം പെൻഡ്രൈവ്. അങ്ങനെയെങ്കിൽ അതിനെവിടെ സുരക്ഷിതമാക്കാം? ദാണ്ട കൈമേലും നെറ്റിമേലും. അതിനാസ്പദമായി ഇന്ന് വരുന്നു, ഈ പെൻഡ്രൈവ് കയ്യിൽ വച്ചാൽ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാം. മൊബൈൽ വേണ്ട, ലൊക്കേഷൻ വേണ്ട, എങ്ങനെ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം? ഇതാണ് ലോകം കാണുന്ന ഏറ്റവും വലിയ സംഭവം. അതിന്റെ പേരാ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നിഫിക്കൽ ഫ്ലക്ച്വേഷൻ. ഇവിടെ CS പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് +2 അതിനൊരു കാര്യം ഇവിടെ പറയാം, ഫ്യൂച്ചർ ഫന്റാസിയ. ലോകം കാണാൻ പോകുന്ന അത്ഭുതം എലോൺ മസ്ക് കൊടുക്കുന്നു. 5 കാര്യത്തിന് വേണ്ടി മനുഷ്യന്റെ ശരീരത്തിനകത്ത് മൈക്രോചിപ്പ് ഇംപ്ലാന്റ് ചെയ്യാൻ പോകുന്നു. ഇതൊരു നല്ല ഭാഗമാ. വായിക്കാം. വെളിപ്പാട് 13:10. മൈക്രോചിപ്പ് എവിടെ? വായിച്ചാട്ട് മോളെ. വെളിപ്പാട് 13:10. തലച്ചോറുകളെ ബന്ധിപ്പിക്കാം. വായിച്ചാട്ട്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. സകല മനുഷ്യരും അവന്റെ അടിമയാകും. ദാണ്ടേ എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. സയൻസാ. തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. ദാണ്ടേ മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കും. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നിഫിക്കൽ ഫ്ലക്ച്വേഷൻ. സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അതിനാസ്പദമായി മൈക്രോചിപ്പ് വെക്കുന്നതിന് എലോൺ മസ്ക് പറയുന്ന ടെക്നോളജിയാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ക്ലിയർ ആയിരിക്കണം സ്വോത്രം. അതിൻ്റെ അർത്ഥം മനുഷ്യൻ എവിടെ ഉണ്ടെന്ന് ലൊക്കേഷൻ തരും. ക്ലിയർ ആയില്ലയോ? അതിനാസ്പദമായി ഇന്ന് നിങ്ങളുടെ വണ്ടികൾ GPS ക്ലിയർ ആയോ? GPS നിങ്ങളുടെ വാഹനം പാറശാല എവിടെ കിടക്കുന്നെന്ന് GPS അതിനകത്തുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ലൊക്കേഷൻ തരും. ക്ലിയർ കണ്ടോ? അല്ലേ GPS പറഞ്ഞുതരാം. പണ്ടത്തെ കാലത്ത് ഇവിടെ കൊല്ലങ്കോടും കൊറ്റാമൊക്കെ സ്കൂളുണ്ട്, നല്ല സ്കൂള്. അവിടെ പിള്ളേരെ എല്ലാം കൊണ്ടുവിട്ടിട്ട് ഡ്രൈവർമാർ കന്യാസ്ത്രീയോട് പറയും, സിസ്റ്ററെ ഞാൻ വണ്ടിയുടെ കാറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരട്ട്, പിന്നെ പെട്ടെന്ന് ഞെത്താന്ന്. വണ്ടിയുടെ കാറ്റ് ചെയ്യാനല്ല, അവൻ കൊല്ലങ്കോട് വന്ന് കടൽ തീരത്ത് കൊച്ചുപീടി അടിക്കാനോ സ്വോത്രം വണ്ടിയായിട്ട്. എന്നിട്ട് കാറ്റുമൊക്കെ അടിക്കും. ഇന്ന് അത് പോയി. ഇന്ന് കന്യാസ്ത്രീ അമ്മച്ചിയുടെ ഈ ഇതിരിപ്പുണ്ട്, ഫാസ്റ്റാഗും GPS-ഉം. ഇവൻ പോകുമ്പോൾ GPS ഞെക്കും. കൊല്ലങ്കോട് ഇങ്ങനെ കട്ടംപീടി അടിക്കുമ്പോൾ കന്യാസ്ത്രീ ആൻറ്റി അവിടുന്ന് വിളിച്ചു പറയും, മോനെ വണ്ടിയായിട്ട് ഇഞ്ഞ് പോരെ, നാളെ നിനക്ക് ജോലിയില്ല, നീ കാറ്റടിക്കാനല്ലേ കൊല്ലങ്കോട് കൊച്ചുപീടി അടിക്കാൻ പോയെന്ന് സ്വോത്രം. അതുകൊണ്ടാ GPS എവിടെ നിർത്തുന്നത്. അതിനാസ്പദമായി കേരളത്തിൽ ഒരു സംഭവം വന്നു. സാറ്റലൈറ്റ് വഴി AI ക്യാമറ. കേട്ടവർ കരമുയർത്താം. AI ക്യാമറ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ. നിങ്ങളാ കൂടുതൽ ഹെൽമെറ്റ് വെക്കാത്തതെന്ന് അവർക്കറിയാം സ്വോത്രം. അതുകൊണ്ട് 710 ക്യാമറ തിരുവനന്തപുരം ജില്ല. കേട്ടോണേ, 710. ആരാ സ്വോത്രം? അല്ല 756 ക്യാമറ കേരളത്തിൽ, 110 ക്യാമറ തിരുവനന്തപുരം ജില്ലയിൽ. നെടുമങ്ങാട്ട് വരെ പൊന്മുടി വന്നിട്ട് പോകുന്നിടത്ത് കൊണ്ടുവച്ചിരിക്കുക അവന്മാർ സ്വോത്രം. അത് വന്നപ്പോഴേ ആന്റണി രാജു പറഞ്ഞു, സാധാരണ ക്യാമറയല്ല AI ക്യാമറ.
അതിൻ്റെ പ്രത്യേക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കയറും വേണ്ട, വയറും വേണ്ട. ദാണ്ടി ഇഞ്ചിവളയിൽ മതിലിനകത്ത് 6 അവന്മാരിപ്പോണ്ട്. 3 എണ്ണം തമിഴ്നാട്ടിലോട്ടും 3 എണ്ണം കേരളത്തിലോട്ടും. വയറും വേണ്ട, കയറും വേണ്ട. അതിനകത്തൊരു പെൻഡ്രൈവ് ദാണ്ട് ചെകുത്താൻ്റെ മുള്ളു പോലെ സാറ്റലൈറ്റ് മോണിറ്റർ ചെയ്യാൻ വെച്ചിരിക്കുന്നു. സ്വോത്രം കേട്ടുകാരാ, ഇത് മനുഷ്യനെ റെഡിയാക്കാൻ പോവുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കണം. എന്താ സംഭവം എന്നറിയാമോ? ഇന്ന് രാത്രി നിങ്ങൾ ഹെൽമറ്റ് വെക്കാതെ ഇഞ്ചിവളയിൽ കൂടെ പോകുമ്പോൾ 1 ക്യാമറ നിങ്ങളുടെ പടമെടുക്കും. 2 ശാസ്തമംഗലത്തെത്തും. 3 AI അഥവാ ഒരു നിയന്ത്രിത ബുദ്ധിയിലേക്ക് ഇത് ചെല്ലും. 4 മോട്ടോർ വെഹിക്കിളിന്റെ സൈറ്റിൽ തന്നെ കയറും. ഒരു MBDയുടെ ആവശ്യമില്ല. അതിൻ്റെ പേരാ AI ക്യാമറ. 4ാമത്തെ മിനിറ്റ്. പണ്ട് ചെങ്കവിളെ പോലീസുകാരൻ പെറ്റി എഴുതും. 1 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. 5 മാസം കഴിഞ്ഞിട്ട് പിന്നെ അടച്ചാലും മതി. സ്വോത്രം. ചിലർ വണ്ടിയുടെ രജിസ്ട്രേഷൻ അടയ്ക്കാൻ പോകുമ്പോഴേ പിന്നെ അടയ്ക്കുന്ന പലിശ സഹിതം. അന്തക്കാലം മുടിഞ്ഞ്. 1 ഇഞ്ചിവളയിൽ തലയിൽ ഹെൽമറ്റ് ഇല്ല. 2 ശാസ്തമംഗലത്തെ റോബോട്ടിന്റെ കയ്യിൽ. 3 ഇന്റർനെറ്റ്. 4 മോട്ടോർ വെഹിക്കിൾ. 5 മിനിറ്റിനകം നിങ്ങളുടെ മൊബൈലിൽ വരും. തലേ തൊപ്പിയില്ലാതെ ചേട്ടൻ ഇഞ്ചിവള വഴി കളിക്കാവിളക്ക് ചാടുന്നു. സ്വോത്ര. മൊബൈലിൽ വരത്തില്ലേ ക്യാമറ. ഇതിന്റെ ഗുണവും ദോഷവും കൂടെ കേട്ടോണം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ചായ മേടിച്ചേരണം. ഞാൻ വേറെ ആരും കേൾക്കുമ്പോൾ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുക. നല്ല ക്ലിയറാണ്. ലൈൻ പറഞ്ഞുതരാം. നമ്മുടെ ചെറുവാരക്കോണത്തൊരു പയ്യനുണ്ടായിരുന്നു. അവൻ കല്യാണം കഴിച്ചത് പൂവാറിന്ന്, അരിമാനൂരിൽ നിന്ന്. നല്ലൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച്. അപ്പോൾ അവൻ ആ പെങ്കൊച്ചിൻ്റെ പപ്പായുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് എൻഫീൽഡിൻ്റെ ബുള്ളറ്റിന് വലിയ താല്പര്യമാണ്. കേൾക്കണം. അപ്പം പറഞ്ഞു സോദരം. അപ്പോൾ അപ്പം പറഞ്ഞു, നല്ല കാര്യമാണ്, ഒരെണ്ണം പേടിച്ച് കയറാം. പക്ഷേ ഒരു കാര്യം, നിൻ്റെ പേര് തരത്തില്ല, നീ കൊണ്ടുപോയി പണയം വെക്കുക. ചെറുപ്പക്കാരെല്ലാം പേടി അപ്പന്മാർക്ക്. അതുകൊണ്ട് അവൻ്റെ ഭാര്യ അഥവാ ഈ അപ്പൻ്റെ മോടെ പേര് രജിസ്ട്രേഷൻ ചെയ്തു. ആദ്യം കല്യാണം കഴിച്ച് 4-5 മാസം ഒന്ന് കറങ്ങിയിട്ട് അവൻ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് നെയ്യാറ്റിൻകര വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോള് പറഞ്ഞ് ചേട്ടൻ പോയിട്ട് വരാൻ പറഞ്ഞു. സോദരം തെറ്റിദ്ധരിക്കരുത്. അവൻ ചെറുവാരക്കോണത്തുനിന്ന് പെരിയ പരശുവയ്ക്കലെത്തിയപ്പോൾ പരിചയമുള്ളൊരു പെൺകുട്ടി നിൽപ്പുണ്ട്. സോദരം. അപ്പോൾ അവവിടെ ചവിട്ടി നിർത്തി എൻഫീൽഡ്. മോളവിടെ പോവാ. ആ പറഞ്ഞ് നെയ്യാറ്റിൻകരയ്ക്ക് പോവാ, വണ്ടി ഫ്രീയല്ലോ, കയറിക്കോളാൻ പറഞ്ഞു. പുറകെ കയറി. കട്ടകാലത്തിൻ്റെ ഒരു കാര്യം, ഉദിയംകളങ്ങര എത്തിയപ്പോൾ ഈ വഴിയാധാരമായ AI ക്യാമറ ഒരടി. ചോത്രം. അപ്പോൾ ആരെയില്ല വണ്ടിയുടെ RC ബുക്ക് ഈ പെങ്കൊച്ചിൻ്റെ അവിടെ മൊബൈൽ നമ്പറാണ് കൊടുത്തേക്കുന്നത്. അമരവിള എത്തുന്നതിന് മുമ്പിട്ട് പെങ്കൊച്ച് ചേട്ടനെ വിളിക്കുന്നു, ചേട്ടാ ബൈക്കിൻ്റെ പുറകെ ആരെയാ എന്നെ പറ്റിച്ചിട്ട് പോയി, എന്തിനാണ് ആ അടക്കുന്ന കാര്യം. ക്ലിയറായോ? സ്വോത്രം. സ്വോത്രം. ക്ലിയറായി. കണ്ടോ? തലേ തൊപ്പിയില്ല, അടിച്ച്. കുടുംബകാലത്തിന് ഇത്രയും പോരെ. അത് നിങ്ങളുടെ കാര്യം. 1. 2ാമത്തെ കാര്യം, ഞാൻ എന്നെ തന്നെ പിടിക്കാം. ഞാൻ തിരുവനന്തപുരത്ത് ചാത്തൻ നിന്ന് കാറുമായിട്ട് വരുക. ബാലരാമപുരം കഴിഞ്ഞ് വടിമുക്കിലായപ്പോൾ CSIയിൽ ഒരു സഹോദരി അവിടെ നിൽക്കുന്നു. ഞാൻ അവർ സ്ഥിരം പ്രസംഗിക്കുന്ന ആളായിരുന്നു. സ്വോത്രം. അതുകൊണ്ട് ആ സഹോദരി അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എവിടെ പോവാ? അത് നെയ്യാറ്റിൻകരയ്ക്കകത്ത് അമരവിളയിൽ പോവുക. അവിടെ പള്ളി നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ദാണ്ടെ പാറശാല വരെ പോവുക ചേച്ചി, ദാണ്ടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ ഇന്നത്തെ CSIയിലെ കലകവും നമ്മുടെ സുഹൃത്തുകൂടായിരുന്നു റസാലൻ തിരുമേനി. അദ്ദേഹത്തിൻ്റെ കാര്യമെല്ലാം ചോദിച്ചു. പുള്ളി ഇപ്പം മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം ചോദിച്ചു. ബെൽറ്റ് ഇടാൻ മറന്നുപോയി. വളരെ കട്ടമായിപ്പോയി. നെയ്യാറ്റിൻകര TV ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഈ വഴിയാധാരമായ ക്യാമറ ഒറ്റയടി. സ്വോത്രം. അപ്പോൾ എന്താ സംഭവം? എൻ്റെ വണ്ടിയുടെ RC ബുക്ക് എൻ്റെ ഭാര്യയുടെ പേരിലാണ്. സ്വോത്രം. ഞാൻ നെയ്യാറ്റിൻകര ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിക്കുന്നു, അച്ചായൻ കൺവെൻഷന് പോവാന്നോ ആൻറ്റിയായിട്ട് കറങ്ങാൻ പോവാന്നോ ഒന്ന്. സ്വോത്രം. തീർന്നില്ലയോ? സ്വോത്രം. ഇത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയാ. പെങ്കൊച്ചുങ്ങളും ചെറുപ്പക്കാരും എല്ലാം അറിയാൻ വേണ്ടിയാണ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോയാലും ആ കവർ വർഗീസ് ഭാഷയെ കൊടുത്തേക്കണം. സ്വോത്രം. അതിൻ്റെ അർത്ഥം ഇതുണ്ടാക്കിയത് ചെയ്ത പിള്ളേർ ടെക്നോ പാർക്കിലാണ്, UST ഗ്ലോബലിലാണ്. ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ എവിടെ കൊണ്ട് ചെന്നാലും ഈ പരിപാടി മാറ്റാൻ പറ്റത്തില്ല. ഇത് മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നാളെ ഇവിടെ CSC ഉണ്ട്, കമ്പ്യൂട്ടർ സർവീസ് സെൻറ്റർ, അല്ലെ അക്ഷയ. അവിടെ ചെറുപ്പക്കാർ ഭാര്യയുടെ പേരിലാണ് ബുള്ളറ്റെങ്കിൽ ഒന്നും വേണ്ട. നിങ്ങളവിടെ ഈ നിങ്ങളുടെ വണ്ടിയുടെ RC ബുക്കിൻ്റെ കോപ്പിയായിട്ട് അവിടെ ചെല്ലണം. അവിടെ ഇരിക്കുന്ന പെങ്കൊച്ചിനോട് ഞാൻ പറഞ്ഞതുപോലെ പറയണം. ചെറുപ്പക്കാർ കേൾക്കണോ? വാലിബർ. അവിടെ ചെന്നിട്ട് പറയണം, പരിവാഹൻ സൈറ്റ് എടുക്കാൻ പറയണം. പരിവാഹൻ സൈറ്റ് എടുക്കുമ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഭാര്യയുടെ മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റത്തില്ല. അതിന് ഒരു ഓപ്ഷൻ കൊടുക്കാം. 1 മാസം കഴിയുമ്പോൾ ഈ നമ്പർ കട്ടാകാൻ പോവോ, പുതിയതിടാൻ പറയണം. അപ്പം പരിവാഹൻ സൈറ്റ് പറയും, ഇട്ടോളാൻ പറയും. അപ്പോൾ ഈ പെങ്കൊച്ചു ചോദിക്ക്, ഈ ഇടണ്ട മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ?
അപ്പം നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങളുടെ മൊബൈലിലേക്കുന്നത് ഒരു ധൈര്യമായിട്ട് ചെയ്തോളാൻ പറയും. അപ്പോൾ ആ പെങ്കൊച്ച് പറയും 3 മിനിറ്റ് കഴിഞ്ഞ് ഒരു OTP വരും, അത് പറഞ്ഞു തന്നാൽ മതി. പെങ്കൊച്ച് പരിവാഹനെ ആഡ് ചെയ്യും. പറഞ്ഞുതരാം, ഇതെല്ലാം കമ്പ്യൂട്ടർ പരിപാടിയാണ്. പരിവാഹനെ ആഡ് ചെയ്തിട്ട് കൊടുക്കും. ആഫ്റ്റർ 1 month ദ നമ്പർ ഈസ് ഗോയിങ് ഔട്ട്, ദ ന്യൂ നമ്പർ. ഉടനെ പുതിയ നമ്പർ ഇടണമെന്ന് പറയുമ്പോൾ പരിവാഹൻ ഓക്കെ ആവും. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു OTP ഒരു 6 അക്ക നമ്പറാണ് പരിവാഹൻ്റെ. അത് ഒറ്റ അടി കൊടുക്കും. ഉടനെ നിങ്ങളുടെ RC ബുക്കിനകത്ത് നമ്പർ മാറി, മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി. 30 രൂപയുടെ ചെലവ്, വില തുച്ഛം, ഗുണം മെച്ചം. കരം ഉയർത്തുന്നവർക്കായി. വാലിബർ മനസ്സിലാക്കണം, ഇത് മാറ്റിയാൽ ആരെ വേണമെങ്കിലും പുറകെ വെച്ച് എവിടെയും കറങ്ങാം, പക്ഷേ പൈസ പോകുന്നുള്ളതേ ഉള്ളൂ. സ്വോത്രം. അതിന് പ്രത്യേക പൈസ കൊടുക്കണം. കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്ക് പോലും അറിയത്തില്ല, ഇത് ഞങ്ങൾക്ക് അറിയാവും. അപ്പം ഈ സൗകര്യമാർ വിചാരിക്കുന്നു ചെറുപ്പക്കാരാ കുഴപ്പക്കാരെന്ന്. അയ്യോ, പാറശാലയുടെ കാര്യം അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലാണെന്നുണ്ട് ചെറുപ്പക്കാരികൾ കിട്ടിയ പയ്യന്മാരെയും കൂടെ വെച്ച് കറങ്ങുക. അവരെ ശ്രദ്ധയ്ക്ക് കൂടി ഇത് പറയുക. സ്വോത്രം. കണ്ടോ എങ്ങനെ കാര്യം? അതിൻ്റെ പേരാ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നിഫിക്കൽ ഫ്ലക്ച്വേഷൻ, തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. ഈ ചിപ്പ് വച്ചാൽ, ഇത് സയൻസാ പ്രസംഗിക്കുന്നത്, ഈ ചിപ്പ് വച്ചാൽ ലോകം ഈ ചിപ്പിനെ ഏറ്റെടുക്കാൻ പോവുക. വർഗീസ് സാറ്, ഈ ചിപ്പ് വച്ചാൽ 5 കാര്യം. 1, ഈ ചിപ്പ് വച്ചാൽ മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രവർത്തനം മുഴുവൻ ചിപ്പ് രേഖപ്പെടുത്തും. ഒരു മനുഷ്യന്റെ തലച്ചോറ് എത്ര? 100 കോടി കോശം. അതിനകത്ത് 3 കാര്യമുണ്ട്: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ബ്ലാങ്കറ്റ്. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് മനുഷ്യനിൽ വച്ചാൽ, മെഡിക്കൽ സയൻസ് പറയുന്നു, എല്ലാവരും കേൾക്കണം, ഇത് വളരെ ഗഗനമായ, അതുകൊണ്ടാണ് ഞാൻ സമയം നേരത്തെ മേടിച്ച് ഗഗനമായ. ഈ ചിപ്പ് വച്ചാൽ, ദാണ്ട് ഞാനിപ്പോൾ പാറശാല വന്ന് വർഗീസ് മാഷുമായിട്ട് ഒരു പേനയുടെ വില ചോദിക്കുമ്പോൾ അത് ലാപ്ടോപ്പിനകത്തോ സ്ക്രീനകത്തോ ലോഡ് ചെയ്യുന്നുള്ളത്. ഈ ചിപ്പ് മോണിറ്റർ ചെയ്താൽ ഒന്നാമത്തെ കാര്യം കേട്ടോണേ, ഒന്നാമത്തെ കാര്യം, മനുഷ്യ ശരീരത്തിനകത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് ഈ മൈക്രോ ചിപ്പ് പറയും. കേട്ടോ, ലോകം കാണാൻ പോവാ, മെഡിക്കൽ സയൻസ് എടുക്കാൻ പോവാ. 80% മനുഷ്യരുടെ പേരിൽ ഒന്ന് ക്യാൻസർ ഉണ്ട്, 80%. പക്ഷെ ബ്ലഡിന്റെ കൗണ്ട് കൊണ്ടും കർത്താവിന്റെ കൃപ കൊണ്ടും പിടിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. സ്വോത്രം. അപ്പൊ ഈ മനുഷ്യന്റെ ഈ മൈക്രോ ചിപ്പ് കൊടുത്താൽ ബോഡിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ early detected cancer, that says സജു ചാത്തന്നൂരല്ല, എലോൺ മസ്ക്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഈ ചിപ്പ് വച്ചാൽ ഹൃദയത്തിന്റെ ECG വേണ്ട. ഈ മൈക്രോ ചിപ്പ് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തലച്ചോറ് വഴി ഊറ്റിയെടുക്കും. ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക്, ഈ ചിപ്പ് വെച്ച മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് 1 വർഷം ഉണ്ടാവുമോ? ഇല്ല. പക്ഷാഘാതം വരുമോ? ഇല്ല. ഇങ്ങനെ സ്ട്രോക്ക് വരുമോ? അപ്പൊ ഈ ചിപ്പ് വെച്ചറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് എലോൺ മസ്ക് പറയാന്ന്, ഒരു മനുഷ്യന്റെ ആയുസ് 30 വർഷം വരെ നീട്ടി കൊടുക്കാന്ന്. അപ്പൊ ആര് ചിപ്പ് വെക്കും? ആരാ വെക്കുന്നത്? അയ്യോ, നിങ്ങളല്ല ചിപ്പ് വെക്കുന്നേ. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ 30 വർഷം കൂടെ ആയുസ് കിട്ടി ആരും അറിയാതെ ഞങ്ങൾ ഒരെണ്ണം വെക്കും. സ്വോത്രം. പ്രസംഗിച്ച് കാശ് മേടിക്കാൻ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ചിപ്പ് വച്ചാൽ സഹോദരങ്ങൾക്ക് നല്ല കാര്യം, തലച്ചോറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുക. നിങ്ങളുടെ മൊബൈലിനകത്ത് സ്പീഡ് ഡയലുണ്ട്. ആലോചിക്കാം, ആ വിഴിഞ്ഞത്തുള്ള സൂസമാമയെ ഒന്ന് വിളിക്കണം. അപ്പൊ ഈ തലച്ചോറിനകത്ത് ആ ചിപ്പ് ഇരിക്കുന്ന, കയ്യിലിരിക്കുന്ന ടച്ച് മൊബൈലിന് മെസ്സേജ് കൊടുക്കുക, സൂസമാമയെ വിളിച്ച് കൈത്തരാൻ. സന്തോഷമില്ലല്ലോ, ഡയൽ പോലും ചെയ്യേണ്ട. സ്വോത്രം. ലോകം കാണാൻ പോകുന്ന അത്ഭുതം. നാലാമത്തെ കാര്യം കേട്ടോണേ, നിങ്ങൾ എവിടെ നിന്നാലും ലൊക്കേഷൻ ഈ ചിപ്പ് തരും. അതിൻ്റെ അർത്ഥം നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്ത്, സ്വോത്രം, മാർത്താണ്ഡ ഫ്ലൈ ഓവറിന്റെ കീഴിൽ നിൽക്കുക, സാറ്റലൈറ്റ് വഴി മനുഷ്യൻ ചിപ്പ് ധരിച്ചവന്റെ ലൊക്കേഷൻ ഈ ചിപ്പ് തരും. അങ്ങനെയെങ്കിൽ തീവ്രവാദികൾ, ബാങ്ക് കവർച്ചക്കാർ, സകലരെയും കണ്ടെത്താൻ ഇന്നത്തെ ആധുനിക ഗവൺമെന്റുകൾ ഈ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യും. ലൊക്കേഷൻ. അഞ്ചാമത്തെ കാര്യം കേട്ടോണം. അഞ്ചാമത്തെ കാര്യം എന്താ കാര്യം എന്നറിയോ? തിരുവനന്തപുരത്ത് ഒരു വൻകിട കമ്പനി, ടെക്നോ പാർക്ക്. എല്ലാവരും കേൾക്കണം. ആ കമ്പനിയിൽ മാനേജർ ശമ്പളം 8 ലക്ഷം രൂപയാണ്. അപ്പം ഓണർക്ക് ഒരു സംശയം, ഈ കമ്പനി വരുന്ന ഈ കൊട്ടേഷൻ വല്ലവർക്ക് മാറ്റുന്നുണ്ട്. ഓണർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇവനെ പറഞ്ഞാൽ പറ്റുമെന്ന് ജോലി വരത്തില്ല. അതിന് ഓണറുടെ കാര്യം ചെയ്യും. ചക്കര, പൊന്നെ, മക്കള് ഇതൊന്ന് വെച്ചേക്കാൻ. സ്വോത്രം. ഈ ചിപ്പ് അവൻ്റെ കൊടുത്തിട്ട് മുതലാളിയുടെ ലാപ്ടോപ്പിനകത്ത് ഈ ചിപ്പ് ലിങ്ക് ചെയ്താൽ ഇവൻ ആരോട് സംസാരിക്കുന്നെന്ന് കമ്പ്യൂട്ടർ പറയും. അതിൻ്റെ അർത്ഥമോ ലോകം കാണാൻ പോകുന്ന ടെക്നോളജി. നിങ്ങളുടെ വീട്ടിൽ ഡോക്ടർമാരോ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരോ ഉണ്ട്. നാളെ ചെന്ന് ചോദിക്കണം, സജു ചാത്തന്നൂർ പ്രസംഗിച്ചു 6 റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. മനുഷ്യനെ മുഴുവൻ കാണുന്ന സംവിധാനം. ദാണ്ട് തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ വഴി മനുഷ്യന്റെ തലച്ചോറ് ഊറ്റിയെടുക്കും. മക്കളെ, കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലം, ഇന്റർനെറ്റ് ഇല്ലാത്ത കാലം,
കയറും വയറുമില്ലാത്ത കാലം സകലരെയും അടിമയാക്കി കൊണ്ടുപോകുമെന്ന് ഞങ്ങളുടെ ബൈബിൾ പറഞ്ഞെങ്കിൽ എലോൺ മസ്ക് മസ്തിഷ്കത്തിനകത്ത് ചിപ്പ് വച്ച് ലോകം ടെലിപ്പതിയിലേക്കെന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തേ. ക്ലിയറായി? സ്വോത്രം മോളെ. വെളിപ്പാട് 13:10 അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അതിന്റെ ഇംഗ്ലീഷാ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നിഫിക്കൽ ഫ്ലക്ച്വേഷൻ. ഇവിടെ എല്ലാവരും നല്ല സ്കൂളിൽ പോകണം, നിങ്ങൾ പഠിക്കണം. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. മാങ്ങേറിയാൻ പോയിട്ടൊന്നും കാര്യമില്ല. സ്വോത്രം. വല്ല വിദ്യാഭ്യാസം ചെയ്താൽ രക്ഷപ്പെടാം. സ്വോത്രം. അതുകൊണ്ടാ അതിന് സയൻസും ശാസ്ത്രലോകവും വിളിക്കുന്നു RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. 5 സബ്സിക്വൻസ്. നമ്പർ 1 early detected cancer. The second one, heart and stroke. The third one, the man location. The fourth one, able to mega companies and managers accepted the chip. The fifth one, automatic redialing with your mobile. ഒറ്റ ചിപ്പ് മതി കാര്യം ശരിയാക്കാം. മനുഷ്യന്റെ ആയുസ് കൂട്ടാന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ അന്നേരം പറയത്തില്ല ചിപ്പ് ഒക്കെ. കാശുള്ളവർ പറയും ഡോക്ടറെ വെച്ചേരാം 30 വർഷം കൂടെ കിട്ടുമെന്ന്. ഞങ്ങളുടെ പാസ്റ്റർമാർ അന്നേരം പ്ലെയിൻ പിടിച്ച് അമേരിക്കയിൽ പോയി എപ്പോൾ വെക്കാണെന്ന് വെച്ചാൽ സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ക്യാൻസർ, അത് കഴിഞ്ഞിട്ട് വൻകിട കമ്പനികൾ. ഇത് വെച്ചെങ്കിൽ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പിള്ളേർ പറയും സാറിനെ വെച്ചാട്ട് എനിക്ക് 8 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന്. സ്വോത്രം. ഇത് സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ RNM ഇവിടെ വരും. എലോൺ മസ്ക് അടിമയാക്കുന്നവൻ അടിമയായി പോകും. അടുത്തത് വായിച്ചാട്ട് മോളെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. വാളാൽ മരിക്കേണ്ടി വരും. അടുത്തത് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. വിശ്വാസവും കൊണ്ട് ആവശ്യം. അതാ ഇയ്യോബ് പറഞ്ഞു, അന്ത്യം വരെ കാത്തിരിക്കുക. വെളിപ്പാട് അവസാനം വരെ കാത്തിരിക്കുന്നവരെ ചേർക്കാൻ യേശു മടങ്ങി വരും. വിശ്വാസവും വിശുദ്ധിയും കൊണ്ട് ആവശ്യം. ഇനി ഒരു കാര്യം കേൾക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞവിടെ ഇയ്യോബ് 37:7 അനുസരിച്ച മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. ഇനി യെരൂശലേമിലേക്കാ പോകുന്ന സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? സ്വോത്രം. ഇപ്പൊ നിങ്ങളെല്ലാം എന്തോ ഇത് കാർഡിന് മുദ്രയിട്ടു. ഞാനിവിടെ കൺവെൻഷൻ വന്നു. എല്ലാവരും കേൾക്കണേ, എല്ലാവരും കേൾക്കണേ. കൺവെൻഷൻ വന്നു. ഞാൻ നമ്മുടെ വർഗീസ് പാസ്, ജയദാസ്, ശുഭലാല് പാസ്, നമ്മുടെ പാടുന്ന മോൻ, ഞങ്ങൾ 5 പേര് കേരളത്തിന്റെ, തമിഴ്നാട് റേഷൻ കടയല്ല, കേരളക്കാരാന്ന് വിചാരിക്കുക. കേരളത്തിന്റെ റേഷൻ കട. എൻ്റെ റേഷൻ കാർഡ് നമ്പർ വർഗീസ് പാസ് കൊടുത്തു. വർഗീസ് പാസ് റേഷൻ കാർഡിൻ്റെ നമ്പർ ശുഭലാൽ പാസ് കൊടുക്കുക. ശുഭലാൽ പാസിൻ്റെ നമ്പർ ജയദാസിന് കൊടുത്തു. ജയദാസിൻ്റെ നമ്പർ കീബോർഡ് വായിക്കുന്ന മോൻ്റെ കൊടുത്ത് ഞങ്ങൾ 5 പേര് റേഷൻ കടയിൽ പോയി. ഈ പോസ്റ്റ് മെഷീൻ കൈവച്ച് നമ്പർ തെളിയുന്നില്ല. രണ്ടാമതും അടുത്ത ആളും കൈവച്ച്. അപ്പം പെങ്കൊച്ചിന് പിടികിട്ടി. അവൾ തമിഴ് ഭാഷയിൽ തന്നെ പറഞ്ഞു, മേലാൻ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഏമാത്തി കാണിക്കരുത്. സ്വോത്രം. അപ്പം നിങ്ങളുടെ കൈവച്ചെങ്കിൽ മാത്രമേ എവിടെ കിട്ടൂ? ഡൽഹിയിലിരിക്കുന്ന ഈ പോസ്റ്റ് മെഷീൻ കേരളം വഴി കൈരേഖ പരിശോധിച്ചിട്ടാ 4 കിലോ വെള്ള, 2 കിലോ കുത്ത്, 2 ആട്ടപ്പൊടി, 1/2 മണ്ണെണ്ണ. സ്വോത്രം. കൈവെക്കുന്നവർക്ക് ഇതാ അതിൻ്റെ സയൻസ്. അങ്ങനെയെങ്കിൽ അതാ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്ര എടുത്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കൈക്കകത്തൊരു രേഖ വരച്ചവനുണ്ട്. വചനം മനസ്സിലാകുന്നവർക്കായി. ആരാ നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചവൻ? ഇന്ന് രാത്രി നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതല്ല അവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി കരമുയർത്തി പറ, ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്ത് കയറിയാൽ അവന്റെ കരം എന്നെ തേടിയെത്ത്, ഭൂമിക്ക് കീഴെ പാതാളത്തെ കടക്ക വിരിച്ചാൽ അവന്റെ കരം എന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ പറ, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. വചനം മനസ്സിലാക്കുന്നവർക്ക് നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം സിംഹത്തിന്മേലും ആണലിമേലും ചവിട്ട് പെരുമ്പാമ്പിനെയും മെതിച്ചുകള്. ഇന്ന് രാത്രി അതുകൊണ്ട് പറ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്ത്, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ഇന്ന് രാത്രി കാൽവരി മിഷൻ പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ആര്? അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവോ? കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സാധാരണ ദൈവമല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. 10,000 മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി ഒരെമ്മാറ എടുക്കാതെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ചതുദ്രമ പണത്തെ ഒരുക്കിയവനോ ഞാൻ ആരാധിക്കുന്ന ദൈവം.
അതുകൊണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അതുകൊണ്ട് പെന്തിക്കോസുകാരായാലും CSIക്കാരായാലും റേഷന് കൈവച്ചിട്ട് ഈ കൈ ഇന്നെയും കൊണ്ടു ചെന്ന് കോട്ടൂര മന്ത്രവാദിയുടെ കൊടുക്കരുത്. സ്വോത്രം. തത്തയെ വിട്ട് ഫലം പറയുന്നവൻ്റെ അടുത്ത് നിന്റെ കൈ കൊണ്ടുപോയി കർത്താവ് നിന്നെ അടിക്കും. ഈ പ്രസംഗം കേട്ടിട്ട് ആരാ നിന്റെ കൈ? ഇവിടെ ഇരിക്കുന്ന നിന്റെ കൈ ഇവിടെ വെക്കുമ്പോൾ ഡൽഹിയിലിരിക്കുന്ന പോസ് വഴി 4 കിലോ റേഷനും കുത്തരിയും കമ്പ്യൂട്ടർ പറയുന്നെങ്കിൽ അതിനേക്കാൾ വലിയവനാ നീ ആരാധിക്കുന്ന കർത്താവ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അവനറിയാം. ഇതിന്റെ പേര് 6 അങ്ങനെയെങ്കിൽ മക്കളെ, ഈ മുദ്ര ലോകം കൊണ്ടുവരും. മസ്തിഷ്കത്തിൽ ചിപ്പ്. എന്നാൽ ഈ മുദ്ര ഏൽക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടയുള്ള കഥകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വെളിപ്പാട് 20 അവൻ ന്യായാസനങ്ങളെ തുറന്നു. യേശുക്രിസ്തുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം തല ഛേദിക്കപ്പെട്ട ആത്മാക്കൾ, മൃഗം, പ്രതിമ, അതിന്റെ സംഖ്യ, അതിന്റെ മുദ്ര, ഇതേൽക്കാത്തവർ യേശുക്രിസ്തുവിനോട് ചേർന്ന് 1000 ആണ്ട് വാണു. ഇനി ഈ 3ാമത്തെ പ്രസംഗത്തിൽ ഈ വചനത്തിന്റെ ഒരു ഭാഗമേ ഉള്ളൂ. തല ഛേദിക്കപ്പെട്ട രക്തസാക്ഷികൾ ആരവർ? വായിച്ചു തുടങ്ങുന്നു. വെളിപ്പാട് 6:1-2 ഗഗനമായിട്ടിരിക്കണം. 5 ഭാഗമാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടായി സമയം എടുക്കുന്നത്. വെളിപ്പാട് 6:1-2 വാക്യങ്ങൾ ദൈവസഭ എടുക്കപ്പെട്ടാൽ. കുഞ്ഞു വായിച്ചാട്ട് മക്കളെ. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ദൈവസഭ എടുക്കപ്പെട്ടാൽ അപ്പോൾ അടുത്തത്. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവന്റെ പേരാ എതിർ ക്രിസ്തു, ഏകലോക ഭരണം, ന്യൂ വേ വേൾഡ് ഓർഡർ. ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നു, ഇസ്രായേൽ പ്രശ്നം ആര് തീർക്കും? റഷ്യയുടെ പ്രശ്നം ആര് തീർക്കും? അമേരിക്കയിലെ ബാങ്ക് അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും അടിക്കുന്നു. ബംഗ്ലാദേശിൽ കലാപം. ബ്രിട്ടനിൽ പിള്ളേർ റോഡി ഇറങ്ങി ടയർ കത്തിച്ചുകൊണ്ട് എറിയ. ഇതൊക്കെ ഇനി ആര് തീർക്കും? അപ്പൊ ഇന്നത്തെ ഭരണാധികാരി പറയും, ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുക്കാം. അങ്ങനെയെങ്കിൽ അവൻ ഭരണത്തിൽ വരും. ദൈവസഭ എടുക്കപ്പെട്ടാൽ. വെളിപ്പാട് 6 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി. അവൻ ഇസ്രായേൽ പലസ്തീൻ സംഘർഷണം നിർത്തും. അതിന് ഇന്ന് 2 കാര്യം ലോകത്തിലുള്ളത്. 1, യഹൂദൻ ആലയമില്ല. 2, സാമ്പത്തിക മണ്ഡലം തകരുന്നു. ഇത് 2ഉം ശരിയാക്കാൻ ഒരുവൻ വരും. അവന്റെ പേര് വേൾഡ് റൂളർ, ആന്റി ക്രൈസ്റ്റ്. കണ്ടോ? അവൻ ജയിപ്പാനായി. കുഞ്ഞു വായിച്ച അടുത്ത വാക്യം കേട്ടോ. അവന് കിരീടം ലഭിച്ചു. ഒരു വലിയ കിരീടം അവന് ലഭിച്ചു. വേൾഡ് റൂളർ. തമിഴ്നാട് മുതലമച്ചർ ഉരമ്പി വരുമ്പോ ഇവിടെ നല്ല കിരീടം, പുഷ്പകിരീടം കൊടുക്കുന്നതിനെ കൊടുക്കും. അങ്ങനെയെങ്കിൽ കടക്കാം. ആരുടെ തലയിറക്കപ്പെടും? തല ഛേദിക്കപ്പെട്ട വിശ്വാസികൾ. പ്രത്യേകിച്ച് കേട്ടോണം. അതിനാസ്പദമായി ഇന്ന് ലോകത്തിൽ ഒരു സംഭവമുണ്ട്. യഹൂദന് ദേവാലയമില്ല. എല്ലാ മക്കളും ഇത് കേൾക്കണം. നല്ല ക്ലിയർ പ്രസംഗം. ഇസ്രായേലിന്റെ 1ാമത്തെ ദേവാലയം. ഞാൻ പോയാലും ശുഭലാൽ പാസ്റ്റർ യൂട്യൂബ് എടുത്ത് വീണ്ടും ഇരുന്ന് വീട്ടിൽ നിന്ന് കേൾക്കണം. അരുമயான செய்திகள், உலகத்தின் முடிவும் கடைசிக்கால செய்திகளும். அதுக்கு தான் முன்னாடி 3 ദേവാലയം இருக்குது. 1, ആദ്യത്തെ ദേവാലയം ജ്ഞാനികള് മോശ മരുഭൂമിയിൽ. ഏതാ? പിന്നെ ടാബർനാക്കൾ. അതിന്റെ പേര് സമാഗമന കൂടാരം. കതിരമരം കൊണ്ട് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പുരാതന ഇസ്രായേൽ. അത് പോയി. 2ാമത്തെ ദേവാലയം ജ്ഞാനികൾ ശാനിയ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. പുരോഹിതന്മാർ അവൻ നല്ലവൻ, അവൻ്റെ എന്നേക്കുമുള്ളത്. ആ ദേവാലയം BC 606 നെബൂഖദ്നേസർ തകർത്തു. 3ാമത്തെ ദേവാലയം കോരസ്, എന്റെ ഇടയൻ സൈറസ്, എസ്ര, നെഹമ്യാവ്, സെരബാബേൽ അവരുമായിട്ട് പണിഞ്ഞ ദേവാലയം. ഇതാ പണിഞ്ഞ ദേവാലയം. 3 1 സമാഗമന കൂടാരം, 2 ശലോമോന്റെ ആലയം, 3 കോരസിന്റെ ആലയം. കേൾക്കണം ബൈബിൾ, ഉലകത്തിൻ മുടിവ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഹേരോദാവ് ദേവാലയത്തിന്റെ പണി നടത്തിക്കൊണ്ടിരുന്നപ്പോഴാ യേശു ദൈവാലയത്തിൽ ചെന്നു. മത്തായി 24:1-2 വീട്ടിൽ ചെന്ന് വായിക്കണം. ഓശാന പെരുന്നാൾ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നടത്തി. ശിഷ്യന്മാർ ആലയത്തിന്റെ പണി കാണിച്ചു. അതിന്റെ കല്ലെല്ലാം കണ്ടിട്ട് യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും കരമുയർത്തുന്നവർക്കായി. ഇതൊക്കെ ബൈബിൾ പഠിക്കണം മക്കളെ. സ്തോത്രം. യേശു പറഞ്ഞത്
AD 30. എല്ലാവരും കേൾക്കണം, ഇവിടെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ പറഞ്ഞു തരാനോ. AD 68 യേശു പറഞ്ഞു 38 വർഷം കഴിഞ്ഞപ്പോൾ ടൈറ്റസ് എന്ന രാജാവ് അവൻ യെരുശലേമിനെ ആക്രമിക്കാൻ വന്നു. തീത്തോസ് സ്ഥിതി എന്ന് പറയാം, ടൈറ്റസ് സെക്കൻഡ്. അവൻ ആക്രമിക്കാൻ വന്നു. എല്ലാ പടകളും കൂട്ടി റെഡിയാക്കിയപ്പോൾ ഒരു സംഭവം നടന്നു. അന്നത്തെ കാലത്ത് ഒരു മെസ്സേജ് കിട്ടി അവന്. എന്താ? അവൻ്റെ അപ്പൻ മരിച്ചുപോയി. അപ്പൊ അവൻ പറഞ്ഞു, ഇപ്പൊ യുദ്ധം വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. യവൻ വന്ന വിവരം ആരറിഞ്ഞു? പള്ളിയിൽ ആരാധിച്ചുകൊണ്ടിരുന്നവരറിഞ്ഞു. അന്നേരം ചിലർക്ക് അതീ പിടികിട്ടി. യേശു പറഞ്ഞു ഇത് തകരുമെന്ന്. അപ്പൊ ടൈറ്റസ് താഴെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് പള്ളിക്കകത്തിരുന്നവർക്ക് കാര്യം പിടികിട്ടി, ഇത് തകരും. ഇസ്രയേലിന്റെ ചരിത്രം, അവർ പെല്ലാ മലയിലേക്ക് ഓടിപ്പോയി. അങ്ങനെയെങ്കിൽ അതൊരു നിഴലെങ്കിൽ അന്തിക്രിസ്തു ഉലകത്തെ ഭരിക്കാൻ വരുന്നതിന് മുമ്പ് തന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യതയുടെ കവാടത്തിൽ എടുക്കപ്പെടും. സ്തോത്രം. ഇനിയുള്ള കാര്യം ക്ലിയർ കട്ട് ചെയ്യണം. AD 70 ടൈറ്റസ് വന്നു. ആഫ്രിക്കയിൽ ആനയെ കൊണ്ടുവന്ന് ആരാണ്ട് അവനോട് പറഞ്ഞു ഇതിന്റെ കീഴിൽ വെള്ളിയും സ്വർണ്ണവും ഒക്കെ ഉണ്ടെന്ന്. ആനയെ കൊണ്ടാ കല്ല് പിടിപ്പിച്ച് കളഞ്ഞ്. അതുകൊണ്ടാ യേശു പറഞ്ഞ് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇനി അരുമயான ദൈവ പിള്ളകളെ, ഇന്ന് 2 കാര്യമേ യെരുശലേമിനകത്തുള്ളു. ഒന്ന്, ശലോമോന്റെ ആലയം പണിഞ്ഞൊരു വിലാപ മതിലുണ്ട്. അതിന്റെ പേര് വെസ്റ്റേൺ വാൾ. അവിടെ ചെന്നിട്ടായി മോശയുടെ തലമുറക്കാർ ഇങ്ങനെ ഇടിയ സ്വോത്രം. ആലയം ഇല്ല. അവന്റെ ആഗ്രഹ സിനഗോഗ. അത് കഴിഞ്ഞ് 2, യേശു കയറിയൊരു വാതിലുണ്ട്. അതിന്റെ പേരാ കിഴക്കേ വാതിൽ. ഒറ്റ വാതിലേ ഉള്ളു യെരുശലേമിൽ ഇന്ന് നിൽക്കുന്നത് ഈ ദേവാലയത്തിന്റെ. അതിൽ കൂടെ യേശു ഹോശാന പെരുന്നാൾ കയറിയത്. എസക്കേൽ 44 1, 2 മോള് വായിക്കണ്ട, വീട്ടിൽ ചെന്ന് വായിക്കണം. 1967 ജോർദാനിലെ ഹുസൈൻ രാജാവ് ഈ അടച്ച വാതിൽ തുറക്കാൻ പോയി. അവൻ വീണതല്ലാതെ വാതിൽ തുറന്നില്ല. എസക്കേൽ 44 1, 2 പഠിക്കുന്ന അരുമயான ദൈവപിള്ളകൾ. അതിനകത്ത് സ്വർഗം എഴുതി വെച്ചിരിക്കുക എസക്കേലിനോട്, എന്നെ കിഴക്ക് വാതിൽ ദർശനത്തിന്റെ മുഖത്തുള്ള യെരുശലേം ദൈവാലയത്തിലെ കിഴക്കേ ദർശനമുള്ള വാതിലിന്റെ മുൻപിൽ കൊണ്ടുപോയി. അത് അടഞ്ഞു കിടക്കുന്നു. യഹോവയായ കർത്താവ് എസക്കേലിനോട് പറഞ്ഞു, ഇതാരും തുറക്കയില്ല. യഹോവയായ കർത്താവ് അതിനകത്തുകൂടി കടന്നത് കൊണ്ട് ഇത് അടഞ്ഞിരിക്കും. അതുകൊണ്ട് ആ സങ്കീർത്തനം 24, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ കാൽവറി മിഷൻ കൺവെൻഷൻ നടക്കുമ്പോൾ എല്ലാവരും കേൾക്കണം. ഈ യെരുശലേം ദേവാലയം പണിയുവാൻ വഴികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിനാസ്പദമായി ഇന്ന് രാത്രി 14 സംഭവങ്ങൾ ഇവിടെ നടന്നു. എല്ലാവരും കേൾക്കണേ. ദാണ്ട് ഞാൻ പറയുന്നത് വളരെ ഗഹനമായി കേൾക്കണം. 1, ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനമായി. ആലയത്തിന് വേണ്ടി 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി. ഇസ്രയേലിന്റെ തലസ്ഥാനം ടെല്ലവീവ്. ഇന്ന് അവിടെ എയർപോർട്ടുണ്ട്. ടെല്ലവീവിലുണ്ട്, ഡിമോണയിലുണ്ട്. ഈ വായാടി ട്രംപ് വന്നപ്പോൾ ടെല്ലവീവ് മാറി ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനം. 14 കാര്യങ്ങൾ അക്കമിട്ട് ആലയം വരാൻ പോവുക. 2ാമത്തെ കാര്യം, ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. ടെല്ലവീവ് മാറ്റി അമേരിക്കയുടെ എംബസി ജെറുസലേമിൽ. അർത്ഥം, ആലയം തുറക്കാൻ സപ്പോർട്ട്. 3ാമത്തെ കാര്യം എല്ലാവരും കേട്ടണം, ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം. പലസ്തീൻ എത്ര കടന്നാലും അവൻ യൂതൻ. അവിടെ UN എഴുതി വെച്ചിരിക്കുന്ന അവരുടെ രാഷ്ട്രമാണ്. 3 കാര്യമായോ? ഇതാ യെരുശലേം ദൈവാലയത്തിന്റെ വരവ്. 4, ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ $60 ലക്ഷം $3 ബില്യൺ യഹൂദന്മാർ ലോകരാജ്യങ്ങളിൽ നിന്ന് പിരിച്ചു. 5, ഇത് പണിയുവാൻ ഒരു കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്ത് ടീം ആൻഡ് ബയർ കോൺട്രാക്ടിങ് കമ്പനി. 6, ഭൂമിയുടെ അടിച്ചെക്ക് ചെയ്യാൻ ഒരു കമ്പനിക്ക് വേറെ കൊടുത്ത് ഹാൽക്കറോ. 7, 44 ദിവസം കൊണ്ട് ആലയം പണിയാനുള്ള ബ്ലൂ പ്രിന്റ് സകല യഹൂദന്റെ കമ്പ്യൂട്ടറിലും വന്ന മെറ്റീരിയൽസ്. 8ാമത്തെ കാര്യം, ആലയം പണിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഇവിടെ ബൈബിൾ കോളേജിലെ പിള്ളേർ ചർച്ച സൂക്ഷിക്കുന്നത് പോലെ ഇസ്രയേലിന്റെ ബൈബിൾ അഥവാ തൽമൂദ് പഠിപ്പിച്ച് 300 പിള്ളേരെ ശരിയാക്കി. 9, ദാണ്ട കണ്ടോണം, ശുഭലാൽ പാസ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കൊടുത്തേക്കണം. ഇന്ന് രാത്രി നാം ഇവിടെ നിൽക്കുമ്പോൾ യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കൾ, ദാണ്ടെ പശുക്കൾ, ചുവന്ന പശുക്കൾ. ആലയം പണിഞ്ഞാൽ ചുവന്ന പശുക്കള് ഇന്നവർ റെഡിയാക്കി 200 പശുക്കൾ. 10ാമത്തെ കാര്യം, അമേരിക്കക്കാർ അഡ്വാൻസായി 4 പശുക്കളെയും കൂടെ ഇപ്പൊ ക്ലോണിങ്ങിൽ കൂടെ ഇസ്രായേലിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ എത്ര പശുവിന് വില ഞങ്ങൾ തരാം, ചുവന്ന പശു, പഴയ നിമിത്ത ലേവ്യരുടെ യാഗം. ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത കാര്യം എന്താ കാര്യം എന്നറിയാമോ? അടുത്ത കാര്യം 11, ഇസ്രായേലിനകത്ത് യഹൂദന് സിനഗോഗ് വന്നാൽ ലോകത്തിലെ യഹൂദന്മാരെല്ലാം അവിടെ വരും.
അപ്പൊ പിന്നെ ട്രാഫിക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവും. അതിന് ഇന്ന് ഇസ്രായേലുകാർ ഒരു ചെറുപ്പക്കാരനെ പഠിപ്പിക്കുന്നു. അവന്റെ പേര് റോണി അൽ ഷക്കർ. 12ാമത്തെ കാര്യം, ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ഒരു പുരോഹിതന് വേണ്ടി മാർപ്പതക്കം അതവർ ശരിയാക്കി മെഡിറ്ററേനിയൻ കടലിൽ കിടന്ന് ഒച്ചിന്റെ തൊണ്ടെടുത്ത് $1,70,000 മാർപ്പതക്കം ഇസ്രായേലൊക്കെ. 12ാമത്തെ കാര്യം. 13, ഇന്ന് ഇസ്രായേലിനകത്ത് ഒരു സംഭവമുണ്ട്, ഹനൂക്ക ഫെസ്റ്റിവൽ. ഹനൂക്ക ഡിസംബർ മാസം. നിങ്ങളുടെ TV നോക്കിയാൽ പഴയ യാഗപീഠത്തിൽ കൊണ്ടുവന്നിട്ട് സകല ചുവന്ന പശുക്കളുടെ ഡ്യൂപ്ലിക്കേറ്റിനെ അറക്കുന്നു. 14, ഈ കോവിഡിനകത്ത് ഡേവിഡ് ബെൻഗൂറിയോൻ ഇപ്പൊ ഒരു കാലം നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞു, വായിക്കാം. 14ാമത്തെ കാര്യം, എസക്കേൽ പ്രവചനം 36:24 വാക്യം. മോള് വായിച്ചാട്ടെ. എസക്കേൽ 36:24 വായിക്കാം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തിയാട്ടെ. അതാ ഈ കോവിഡും ഹമാസും കരമുയർത്തുന്നവർക്കായി. ബൈബിളും പ്രവചനവും നിവർത്തിയായി മക്കളെ നെഞ്ചു കീറി പ്രസംഗിക്കുക. എല്ലാം കേട്ടോണം. ഇനി ഇതായി പറയത്തില്ല. ഇന്ന് കോവിഡ് ആഞ്ഞടിച്ചു. ഹമാസിന്റെ പ്രശ്നം വന്നപ്പോൾ ഇസ്രായേൽ എയർപോർട്ടിൽ ഒരു ടെന്റ് അടിച്ചു വെച്ചിരിക്കുക. അതിന്റെ പേരാ റോഷ് ഹോസന്ന ഗ്രൂപ്പ്. അമേരിക്കയിലും ഇസ്രായേലിലുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അവരിപ്പോ കേക്ക് റോഷ് ഹോസന്ന ഗ്രൂപ്പ്. അതിന്റെ അർത്ഥം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ അപ്പൻ ആരോ ആയിക്കോട്ടെ, പ്രശ്നമില്ല, അമ്മയുടെ പേര് പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാം. കൊച്ചി മട്ടാഞ്ചേരി നിന്ന് ഒരപ്പച്ചനേ ഉള്ളൂ, ബാക്കി എല്ലാം പോയി. പോത്രം മണിപ്പൂരിൽ നിന്ന് പോയി, മിസോറാമിൽ നിന്ന് പോയി. മൊബൈൽ അടിച്ചു നോക്കിയാൽ യഹൂദന്മാരെല്ലാം മടങ്ങി വരിക. പിന്നെ അവർക്ക് വീട് ശരിയാക്കുന്ന ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേര് ഏലാ താഴ്വര. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? സൺഡേ സ്കൂളിൽ ഏലാ താഴ്വര. ആരായിരുന്നു? ദാവീദ്. ചെറുവാരക്കോണത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിക്കറിട്ടൊരു പയ്യൻ. സന്തോഷമില്ലല്ലോ. മറ്റേ ഗോലിയാത്ത് ആരായിരുന്നു? സ്വോത്രം. അവൻ സൂര്യകോട് ഇങ്ങനെ മലയുടെ മേളിൽ നിൽക്കുക ഗോലിയാത്ത്. എല്ലാവരും പോയിട്ട് അവനെ കണ്ട് റിവേഴ്സ് ഇട്ടിട്ട് പോരുക. സ്വോത്രം. ചെറുവാരക്കോണത്ത് നിന്ന് 4 വയസ്സുള്ള കുട്ടി നിക്കറിട്ട പയ്യൻ ക്രിക്കറ്റ് അടിക്കുന്ന പോലെ സ്വോത്രം ഒരു കല്ലും കവണയായിട്ട് പോയി. നാട്ടുകാരെല്ലാം പയ്യനും കിട്ടി കേട്ടില്ല, നീ എങ്ക പോവാത്, ഞാൻ ഗോലിയാത്തക്ക് കൊഞ്ചം പാക്ക് തീട്ട് വരട്ടെന്ന്. സ്വോത്രം. അവയെല്ലാം സൂര്യകോട് മലയിൽ ചെന്നപ്പോൾ ഗോലിയാത്ത് അവനെ കണ്ട് ചിരിച്ച്, കുളന്ത നീ എങ്ങനെ വരുത്? അപ്പൊ പറഞ്ഞ് കവലപ്പെടാതെ. സ്വോത്രം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കയ്യിലിരുന്ന് ഒരു കല്ലെടുത്ത് ഒറ്റയടി. സച്ചിൻ ടെണ്ടുൽക്കർ വിക്കറ്റ് അടിച്ചോലെ ദാ അടക്കുന്ന ഗോലിയാത്ത്. സ്വോത്രം. അന്നത്തെ കാലത്ത് ഗോലിയാത്തിനെ മലർത്തി അടിച്ചവനാ യഹൂദൻ. പിന്നെ ഇന്നത്തെ കാലം പറയണോ? സ്വോത്രം. യവനോട് ആരും അടിച്ചിരിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് 4 വയസ്സുള്ള ചിന്ന കുളന്റെ പോയി ഗോലിയാത്തിന്റെ മണ്ടയ്ക്ക് അടിച്ചവൻ അവന്റെ കൊച്ചുമക്കളെ ഇന്നത്തെ ഇസ്രായേൽ ആരടിച്ച് നിൽക്കും അവന്റെ കൂടെ. സ്വോത്രം. കാര്യം റെഡിയായോ? അങ്ങനെയെങ്കിൽ ദാവീദും ഗോലിയാത്തും വിട്ട് ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്, ഏലാ താഴ്വര. ഇന്ന് അവിടെ ഇസ്രായേൽ വീട് വെക്കുക. അതിന്റെ പേരാ എലാത്ത് വാലി. ഇസ്രായേൽ. അവിടുന്ന് 1000കണക്കിന് വീടുകൾ. മടങ്ങി വരുന്ന യഹൂദന് കറണ്ട്, വെള്ളം, വീട്, ബാങ്കിൽ കാശ്. നിങ്ങളിഞ്ഞ് പോരുന്നാ മതി. റോഷ് ഹോസന്ന. അതാ കോവിഡ്. 15ാമത്തെ കാര്യം, എതിർ ക്രിസ്തു വന്നേ പറ്റത്തോള്. ഇന്നത്തെ ഈ പ്രശ്നം ലോകരാജ്യങ്ങൾ മടുത്ത്. അമേരിക്കക്കാരന് ഉറക്കമുണ്ടോ പാസ്റ്റർ? അവനെന്നും ഇസ്രായേലിന്റെ പ്രശ്നത്തിലില്ലയോ? സൗദി അറേബ്യ, ഗൾഫ് രാജ്യങ്ങളിൽ പിള്ളേർ കിടക്കുമല്ലേ, അടി അങ്ങോട്ട് വരുമെന്ന്. യമൻ ഉറക്കമുണ്ടോ? തുർക്കിക്ക് ഉറക്കമുണ്ടോ? അപ്പൊ ലോകരാജ്യങ്ങൾ പറയും ഇത് തീർത്തേ പറ്റൂ, ഈ മുറിവ് വെച്ച് കെട്ടണം. ഇരമ്യാ പ്രവചനം 6:14 എടുത്താട്ട് മോളെ. അതാ ഇസ്രായേൽ ഹമാസ്. ഇരമ്യ 6:14 ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ സമാധാനം വായിച്ചാട്ട് മോളെ. ഇരമ്യ പ്രവചനം 6:14 വാക്യം. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞ് ദാണ്ട നിങ്ങൾക്ക് സമാധാനം തരാന്ന് അവര് പറയും. യവന ആന്റി ക്രൈസ്റ്റ്. ഞാൻ ക്ലിയർ ആക്കാം. ഞാൻ സമാധാനം തരും. അടുത്തത്, എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. കിടക്കുന്ന അതിന്റെ അർത്ഥമാണ് പൂർണ്ണ വിടുതൽ ഇസ്രായേലിന് കിട്ടത്തില്ല. എന്റെ ജനത്തിന് ലഘുവായ ചികിത്സ. ആലയം. ഇനി 14 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 15ാമത്തെ കാര്യം കേൾക്കണം. 15ാമത്തെ കാര്യം, പള്ളി പണിഞ്ഞാൽ ആലയത്തിനകത്ത് കാണിക്കയുടെ സ്വോത്ര കാഴ്ച ഇസ്രായേൽ റെഡിയാക്കി. വായിക്കാം. പുറപ്പാട് പുസ്തകം നല്ലോണം പഠിച്ചോണ്ടിരിക്കണം. വെളിപ്പാട്. ഞാൻ ഇനി ആ കമ്പ്യൂട്ടറിലേക്ക് വരുന്നത്. പുറപ്പാട് 30:12-13. കുഞ്ഞ് വായിച്ചാട്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കൾ വായിച്ചാട്ട്. പുറപ്പാട് 30:12-13 വായിക്കാം. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ
ബാധ ഉണ്ടായിരിക്കാൻ അവരിൽ ഓരോരുത്തൻ താന്റെ ജീവന് വേണ്ടി താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. കിടക്കുന്ന ആലയത്തിൽ പള്ളി കാണിക്കണം. അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ടെ. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര ശേക്കൽ കൊടുക്കണം. അര ശേക്കൽ കൊടുക്കണം. സൗരിമാരെ, ചെറുപ്പക്കാരെ, ഇവിടെ വന്നിരിക്കുന്ന ചെറുപ്പക്കാര്, ദൈവദാസന്മാര് കേൾക്കണം. ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ 48 മെയ് 14 അവരെ നാണയത്തിന്റെ പേര് ശെക്കേൽ. അന്ന് അര ശേക്കൽ ഉണ്ടായിരുന്നു. 70 ആയപ്പോ ലോകത്തിലെ ധനവാന്മാരവന്മാരാ, ഏറ്റവും വലിയ പണക്കാർ യഹൂദന്മാരാ. സ്വോത്രം. അമേരിക്ക മൊത്തം ഇവരാ. അതുകൊണ്ട് ട്രംപും ബൈഡനും ഒക്കെ വല്ലതും പറഞ്ഞു. എന്നാള് ബൈഡൻ പറഞ്ഞപ്പോഴല്ലേ മര്യാദയ്ക്കുന്നില്ല കാലിയങ്ങൾ വലിച്ച് താഴെ ഇടുന്നു. സ്വോത്രം. അതുകൊണ്ട് ട്രംപ് ഒന്നും പറയത്തില്ല. അമേരിക്ക നിയന്ത്രിക്കുന്ന യഹൂദനാ. വാൾസ്ട്രീറ്റ് അവന്റെ കയ്യിലാ, അവിടുത്തെ ബാങ്കും കാര്യവും. അതുകൊണ്ട് യഹൂദൻ പണിമുടക്കി അമേരിക്കയുടെ നാസയുടെ സാറ്റലൈറ്റ് താഴെ വീഴുമെന്ന് ഇന്നാളൊരു അമേരിക്ക അച്ചായ എന്നോട് പറയും. സ്വോത്രം. ഇവ അവിടുന്ന് പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സാറ്റലൈറ്റ് താഴെ വീടും, അമേരിക്ക തീരുമെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞ അച്ഛ അതൊന്നും സംഭവിക്കത്തില്ല, കർത്താവ് കൂടെ ഉണ്ടെന്ന്. സ്വോത്രം. യഹൂദൻ പണിമുടക്കത്തില്ല. സ്വോത്രം. 70 ആയപ്പോൾ പണക്കാരായി. നമ്മുടെ ഇപ്പം നാട്ടിൽ 50 പൈസ ഇല്ലാത്തതുപോലെ അവർ അര ശേക്കൽ അന്ന് പിൻവലിച്ച് 70-ന് ശേഷം പിന്നില്ല. പക്ഷെ കോവിഡ് കാലം വന്നപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം, 2020 ഇസ്രായേൽ ട്രഷറി അര ശേക്കൽ അടിച്ചു. 20 വയസ്സിന് മേലുള്ള എല്ലാ വീട്ടിലും കൊണ്ട് ചെന്ന് ഫ്രീ ആയിട്ട് നാണയം കൊടുത്തു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പള്ളി ഏത് സമയവും പണിയാം, കാണിക്കയിടാൻ ഇത് സൂക്ഷിക്കണമെന്ന്. വായിക്കാം. അടുത്ത വാക്ക് ക്ലിയർ. പഴയ നിയമം വായിച്ചാട്ടെ. ശേക്കേൽ എന്നത് 20 ഗേരാ. അര ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. അടുത്തത് എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഇടണ്ട. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും 20 വയസ്സ് അതിന് മീതെ ഉള്ളവനുമെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. അടുത്ത വാക്ക് നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അര ശേക്കലിൽ അധികം കൊടുക്കരുത്. കാശുള്ളവൻ കൊണ്ടുവന്ന് 2000 ശേക്കൽ ഇടരുത്. ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. അത് കണക്കൂട്ടിയ വർഗീസ് പാസ്റ്റർ 20 വയസ്സ് കഴിഞ്ഞവരുടെ ജനസംഖ്യ എടുത്തിട്ട് ഇസ്രായേലിന്റെ മണ്ണിനകത്ത് ട്രഷറി നടിച്ച നാണയം വീട്ടിനകത്ത് അലമാരി കൊണ്ട് സൂക്ഷിച്ചു വെച്ചേക്ക. ഏത് സമയവും ആലയത്തിനകത്ത് കാണിക്കേടാ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, ആ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാം. എന്റെ കാന്ത് മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ചങ്കവിളയെ ഇത് നിങ്ങൾ കേൾക്കണം. ഇന്നലെ രാവിലെ ഞാൻ ഇവിടുന്ന് പേപ്പർ വായിച്ചു. ഒരു സുഹൃത്ത് എനിക്ക് നോട്ട് വായിച്ചു. ഇസ്രായേലിൽ ഒരു ദിവസം ഹമാസിന്റെ നേർക്ക് ഇസ്രായേൽ വെടിനിർത്തി. ആ വെടിനിർത്തി എന്താണെന്നറിയാം? കുഞ്ഞുങ്ങൾക്ക് പോളിയോ കൊടുക്കാൻ. എല്ലാവരും കേൾക്കണം, എന്താ പോളിയോ? പഠിച്ച കുഞ്ഞുങ്ങൾ. പോളിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരാ ഇസ്രായേലുകാരൻ ജോൺ ലിറ്റിൽ വാക്സ് എന്ന അവന്റെ പേര്. നോബൽ സമ്മാനം കിട്ടി. എന്താ പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് കാല് തളർന്ന് കിടക്കാൻ ഇന്ത്യ ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റ് കേരളം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ ഫെബ്രുവരി മാസത്തിലെ കൂടെ அம்மா தாயே தகர்ப்பரே உங்க வீட்டுக்கு பிள்ளை இருக்குது, 5 வயசு கீழே உள்ள பிள்ளை உண்டு, இங்க கொண்டு வருது, இங்க ஸ்கூல் இருக்குது, അവിടെ உங்க பிள்ளைக்கு പോളിയോ കൊടുക്കുന്നത്. മൈക്ക് കൂടെ അനൗൺസ് ചെയ്യത്തില്ലയോ? ഇവിടെ പാറശാല ബോർഡ് വെക്കത്തില്ലയോ? അന്നേരം ആ സുമ സിസ്റ്റർ കുഞ്ഞിന് പോളിയോ കൊടുക്കാതെ പാറശാല ഷീലായി ചിക്കൻ കാലി തിന്നാൻ പോകും. സ്വോത്രം. പിന്നെ കർത്താവിനെ കുറ്റം പറയരുത്. സ്വോത്രം. നീ കൊടുക്കാനുള്ളത് ആദ്യം കൊടുക്കണം. അന്ന് കൊച്ചിന് പോളിയോ കൊടുക്കാതെ പാറശാല ചിക്കൻ കാലി തിന്നാൻ പോയിട്ട് പോളിയോ വന്നിട്ട് കാര്യമില്ല. സ്വോത്രം. എന്താ പോളിയോ? വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയ പോളിയോ. അതിന് അഡ്വാൻസ് വാക്സിനാ പോളിയോ ലിറ്റിൽ വാക്സിൻ, തുള്ളിമരുന്ന്. എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിനകത്തൊരു പോളിയോ വന്നിട്ടുണ്ട്. അതിന്റെ പേരാ പാപം. പാപത്തിന് ഇന്ന് രാത്രി ഒരു വാക്സിൻ കൊടുക്കാൻ പറ്റുമോ? മദ്യപാനം, മയക്കുമരുന്ന്, പരാജയം, പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരസംഘം. നമ്മുടെ ഇവിടെ ഒരു പയ്യൻ, അവൻ പാപം, അവൻ പാറശാല SP പോയി ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് പാപമുണ്ട്, ഒരു മരുന്ന് തരുമെന്ന്. ഡോക്ടർ പറഞ്ഞ് ഇറങ്ങി പുറത്തേക്കുക. സ്വോത്രം. 2 തൈക്കാട് ജനറൽ ആശുപത്രിയിൽ പോയി. അവരോട് പറഞ്ഞ് സാറേ ഒരാഴ്ച ഒരു ആന്റിബയോട്ടിക് ഇട, എൻ്റെ പാപം മാറ്. അവർ തട്ടി. എന്നിട്ട് നേരെ മെഡിക്കൽ കോളേജ് ചെന്നിട്ട് പറഞ്ഞ് എൻ്റെ ശരീരം നോക്കണം, പാപം ഇവിടുന്ന് വരുന്ന സർജറിയായി പറ്റുമെന്ന്. അവർ അന്നേരം ആരാണ്ട് പറഞ്ഞേടാ കുഞ്ഞ് നീ RCC പോ, ചിലപ്പോൾ നിന്റെ നെഞ്ചത്ത് റേഡിയേഷൻ കിട്ടിയ പാപം തീരുമെന്ന്. സ്വോത്രം. അവ അവസാനം അവിടെ ചെന്ന് എൻ്റെ ശരീരത്തിൽ പാപമുണ്ട്, റേഡിയേഷൻ, അവരും ചവിട്ടി പുറത്താക്കി. പാപത്തിന് പരിഹാരമായി ഇന്ന് രാത്രി
ഇന്ന് രാത്രി റേഡിയേഷൻ ഇല്ല, കീമോതെറാപ്പി ഇല്ല, ആന്റിബയോട്ടിക് ഇല്ല. എന്നാൽ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് ഇരവ് പാപത്തിക്ക് പരിഹാരമായി ഒരു വാക്സിനെ ഞങ്ങൾ ചെങ്കവളയിൽ പരിചയപ്പെടുത്തുന്നു. അതിന്റെ പേരത്ര കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. കരമുയർത്തുന്നവർക്ക് നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു ആട്ടുംകുട്ടിயின் രക്തം. വചനം ഏറ്റെടുക്കുന്നവർക്കായി വചനം കേൾക്കടാ. പോളിയോ ഇപ്പം ഞാൻ വായിച്ചപ്പോഴേ എനിക്കത് പിടികിട്ടിയ. പലപ്പോഴും ഞാൻ പ്രസംഗിക്കുന്ന ആ കാര്യം ഞാൻ മറന്നുപോയി. ഇന്ന് പോളിയോയുടെ കാര്യം വായിച്ചപ്പെടാതെ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി മനുഷ്യകുലത്തിന് വന്ന പാപത്തിൻ്റെ പേരാ പോളിയോ. അങ്ങനെയെങ്കിൽ പോളിയോ മാറുവാൻ ലിറ്റിൽ വാക്സിൻ്റെ വാക്സിൻ കൊടുക്കുന്നെങ്കിൽ മനുഷ്യകുലത്തിന് വന്ന പാപത്തിൻ്റെ പേരാ പോളിയോ. അതിൻ്റെ പേര് പാപം. അതിനെ മാറ്റുവാൻ ആട്ടുംകുട്ടിയും വിലയേറിയ രക്തം തീർന്നില്ല. അങ്ങനെയെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് ആരാം? അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? സ്തോത്രം. അവൻ വന്ന് ദേവാലയം പണിയും. അതാ വെള്ളക്കുതിര. ക്ലിയറായല്ലോ? ഇപ്പോൾ അവൻ ദേവാലയം പണിയും. ദേവാലയം പണിഞ്ഞാൽ ഒരു കാര്യം അവൻ ചെയ്യും. എന്ത് ചെയ്യുമെന്നറിയോ? റോബോട്ടിനെ അതിനകത്ത് കൊണ്ടുവരും. സ്തോത്രം. അതാ പ്രശ്നം. ഇതെവിടെ തുടങ്ങിയതാ? ഇവിടെങ്ങും തുടങ്ങിയതല്ല. എവിടാ തുടങ്ങിയെന്നറിയാം? പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തിന്റെ വിമോചകനാ. ദൈവജനം ആരാധിക്കണം സത്യത്തിലും ആത്മാവിലും. അതിൻ്റെ അർത്ഥം അവരിടയ്ക്ക് വിഗ്രഹം വരരുത്. ഇനി നിങ്ങൾ കേൾക്കണം, ഇതാ ക്ലിയർ. ആ സമയത്ത് മോശയ്ക്ക് ഒരു വിസിറ്റ് കിട്ടി. മോശ മേളിലോട്ട് പോയി. ചർച്ച ആരെ ഏൽപ്പിച്ചു? അഹരോനെ ഏൽപ്പിച്ചു. അന്ന് അഹരോൻ ഒരു കാര്യം ചെയ്തു. കാളക്കുട്ടി കരമുയർത്തുന്നവർക്കായി. ഇപ്പൊ ക്ലിയറായോ? കാളക്കുട്ടി. മോശ സ്തോത്രം മേളിൽ പോയി താഴെ വന്ന് നോക്കിയപ്പം എല്ലാം കൂടെ കടന്ന് കാളക്കുട്ടിയുടെ മുമ്പിൽ കടന്ന് ചുംബിക്കുക. സ്തോത്രം. മോശയുടെ ഹൃദയം കത്തി. അന്ന് മോശ ഒരു കാര്യം പറഞ്ഞു ലേവ്യരോട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. കരമുയർത്തുന്നവർക്കായി. ക്ലിയറാ. ഈ കാളക്കുട്ടിയ യെരുശലേം ദേവാലയത്തെ റോബോട്ടായിട്ട് വരാൻ പോകുന്നത്. കേട്ടോ. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ഒരു പട അവിടെ നടന്നു. എത്ര പേർ? സംഖ്യാപുസ്തകം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇപ്പൊ എടുക്കണ്ട. സംഖ്യാപുസ്തകം വീട്ടിൽ ചെന്ന് വായിക്കണം. അന്ന് രാത്രി അവിടെ ഒരു പട ഒരുങ്ങി. ഏകദേശം 3000 പേർ ആ രാത്രിയിൽ പട്ടു വീണു. യേശുക്രിസ്തു ഭൂമി വന്നതേ വീട് തരാനൊന്നുമല്ല, കാർ തരാനല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണം. മക്കളെ, മരണം ഏത് സമയം മനുഷ്യനെ പിടിക്കും. ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. ആത്മാവിന് അപ്പച്ചന്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യ ദൈവം യേശു ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. അപ്പൊ യേശു പറഞ്ഞിട്ട് പോയി, കാര്യസ്ഥന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടുപോകാൻ. പത്രോസിനോട് യേശു ഒരു കാര്യം പറഞ്ഞു. വായിക്കണ്ട, മത്തായിലുണ്ട്. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. പഴയ നിയമസഭ വിഗ്രഹാരാധന വീണുപോയി. ദൈവദാസന്മാർ കേൾക്കണം, 3000 പേർ. അപ്പൊ പുതിയ നിയമസഭ പെന്തക്കോസ് പെരുന്നാളിൽ പത്രോസ്ലീഗയുടെ പ്രസംഗം കേട്ട് 2900 അല്ല, 3020 അല്ല. പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയിൽ 3000 പേർ പെട്ടപ്പോൾ പുതിയ നിയമസഭയിൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. കരമുയർത്തുന്നവർക്ക് അവരെ ചേർക്കാനാ യേശു വരുന്നത്. ക്ലിയറായോ? ഇതാ പത്രോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ. പഴയ വിഗ്രഹാരാധന 3000 പോയി. പുതിയ നിയമസഭ വന്നപ്പോൾ ആ 3000 പട്ട സ്ഥാനത്ത് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് 3000 പേർ ദൈവസഭയോട് ചേർന്നു. അവരെ ചേർക്കാൻ കാന്തൻ വരും. കരമുയർത്തുന്നവർക്കായി. ഇനി അടുത്തത് യവൻ റോബോട്ടിനെ കൊണ്ടുവെക്കും. വായിക്കാം, ദാനിയേൽ 12:11. ഇതാ തല ഛേദിക്കപ്പെടുന്നത്. ദാനിയേൽ 12:11. കുഞ്ഞു വായിച്ചാട്ടെ, 3-4 വാക്യം കൂടെ. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ഇന്ന് ഇസ്രായേലിന് ആലയമില്ല. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം. ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബം. സോഫിയയുടെ മൂത്ത ചേച്ചി അഹരോന്റെ വിഗ്രഹം, പിന്നത്തത് റോബോട്ട്. ക്ലിയർ ആയിക്കോണം. അതുകൊണ്ടാണ് സമയമെടുത്ത് പ്രസംഗിക്കുന്നത്. അടുത്ത വാക്ക് 1290 ദിവസം ചെല്ലും. ഇസ്രായേലിന്റെ ഒരു വർഷം എത്രയാണെന്നറിയാം? എല്ലാവരും കേൾക്കണം. ഇസ്രായേലിന്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ
360 ദിവസമേ ഉള്ളു തൽമൂദ്. അതുകൊണ്ട് 3.5 വർഷം 1290, 3.5 വർഷം ഇതാണ്ട്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ എഴുതിയത് നിരന്തരം ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അതൊന്ന് വായിച്ചാട്ടെ, ഒന്നുകൂടെ മോള് വായിച്ചാട്ടെ. നിരന്തരം ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ആദ്യം വെള്ള കുതിര, ചുവന്ന പശു, അതെല്ലാം മാറ്റി റോബോട്ടിനെ കൊണ്ടുവെക്കും. പിന്നെ ഗൂഗിളിന്റെ സഹായത്തോടു കൂടി റോബോട്ട് പറയും, പിശാച് സംസാരിക്കും. റോബോട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ വണങ്ങണം. വായിക്കാം 2 തെസ്സലോനിക്കർ 2:4. പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. നിങ്ങൾ ഇത് പിന്നെ ഹെബ്രോനി നോക്കണം. ഇതെല്ലാം ക്ലിയർ ആക്കി നിങ്ങൾക്ക് നോട്ട് എഴുതാം. മക്കളെ, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കും പ്രസംഗിക്കാം. 2 തെസ്സലോനിക്കർ 2:4. അവൻ ദൈവാലയത്തിലിരുന്ന്, മോള് വായിച്ചു, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് പിന്നെ വരുന്ന യഹൂദനോട് പറയും, ഞാനാ ദൈവം. സ്വത്രം. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നും നടിച്ച് ദൈവമെന്നോ ഞാനാ ദൈവം, ആരാധനയ്ക്ക് യോഗ്യൻ. അടുത്തത് പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ ഉയർത്തുന്ന തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇതാ എതിർ ക്രിസ്തു, യേശു ക്രിസ്തു. യേശു കാൽവറിയിൽ എന്താ? തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു കരമുയർത്തുന്നവർക്കായി. ദാണ്ടെ ആന്റി ക്രൈസ്റ്റ്. യേശു ഉയരത്തിൽ വന്നു, അവൻ താഴെ നിന്ന് വരും, സമുദ്രത്തിൽ നിന്ന്, മൃഗത്തെ. ദാണ്ട് അവൻ തന്നെത്താൻ ഉയർത്തിക്കൊടുത്ത്. അതുകൊണ്ട് എന്റെ നാഥൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു കരമുയർത്തുന്നവർക്കായി. യഹൂദാ, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവരെ നിങ്ങൾ കൈക്കൊള്ളും. ഇനി ഞാൻ ആദ്യ ദിവസം പറഞ്ഞത്, ശുഭലാൽ പാസ്റ്റർ പ്രസംഗത്തിൽ നിങ്ങൾ വീഡിയോ എടുക്കണം. ഞാൻ അന്ന് പറഞ്ഞ അന്തിക്രിസ്തു ആരാ? സിറിയയിൽ നിന്നാ വരുന്നത്. എല്ലാവരും കേൾക്കണം. ക്ലിയർ. ഇതാ പ്രസംഗത്തിന്റെ കണ്ണിങ്. അതാ വെളിപ്പാടിൽ പറഞ്ഞ് തലയറുക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം തലയറുക്കപ്പെട്ട രക്തസാക്ഷികൾ. അടുത്ത വാക്ക് കേട്ടോണേ. ഇനി സിറിയായി പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. എല്ലാവരും കേൾക്കണം, ബൈബിളും ചരിത്രവും. അവന്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. അവൻ എന്തോ ഇതെന്നറിയോ? പണ്ട് ഈജിപ്തിനെ ആക്രമിക്കാൻ പോയി. അപ്പം തിരിച്ച് ഇസ്രായേലിൽ കൂടെ വന്ന ഇസ്രായേലിൽ പച്ചോളവും കൊടുത്തില്ല. സ്വത്രം. അതിന് രണ്ടാമത് ഈ അന്തിക്കോസ് എപ്പിഫാനോസ് ഇസ്രായേലിനെ ആക്രമിച്ചു. യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, പന്നി. ആ പന്നിയെ അടിച്ച് ഇസ്രായേലിന്റെ ആലയത്തിനകത്ത് കയറ്റി പന്നിയുടെ രക്തം ആലയത്തിൽ ഒഴിച്ചു. അങ്ങനെയെങ്കിൽ ഇനി സിറിയയിൽ നിന്ന് വരുന്ന അന്തിക്രിസ്തു ദൈവാലയം പണിഞ്ഞതിന് ശേഷം ചുവന്ന പശുവിനെ മാറ്റും. അതിനുശേഷം എന്തോയും? റോബോട്ടിനെ കൊണ്ടുവെക്കും, വിഗ്രഹം. യഹൂദൻ വിഗ്രഹത്തെ വണങ്ങുവോ? ഇല്ല മക്കളെ. അതിന്റെ അർത്ഥം എന്താ? അവരുടെ കയ്യിലിരിക്കുന്ന തൽമൂദ, മേലാകാശത്തിലും കീഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലും യാതൊന്നിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത് കരമുയർത്തുന്നവർക്കായി. അപ്പോഴാ യഹൂദനെ പിടികിട്ടുന്ന വ്യാജമസിക. 2 ഇനി കേട്ടോണം, ഇനി ആ തല ഇറക്കപ്പെടുന്നത് 2. സ്വത്രം. രണ്ടാമത്തെ കാര്യം, ആദ്യം ചുവന്ന പശു യഹൂദന് വിറക്കപ്പെട്ട പന്നിയെ കൊണ്ടുവരും. പന്നിയെ ദൈവാലയത്തിൽ അടിച്ചിറക്കും. പന്നിയുടെ രക്തം യഹൂദന്റെ വായ്ക്കകത്തൊഴിക്കുന്ന ഒരു കാലം വരും. ഇതുവരെ പ്രസംഗം കേട്ടിട്ട് ഒരു വാക്കും എഴുതാത്തവർ ഇതെഴുതണം. മോള് വായിച്ചാട്ട്. യേശുക്രിസ്തുവിന്റെ ഉലൂമല പ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, ഇസ്രായേലിന്റെ അന്തിമദിനം. മത്തായി 24, 15, 16 വാക്യങ്ങൾ. 3 വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്താം. മത്തായി 24, 15, 16. മോള് വായിച്ചാട്ടെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അതാ നേരത്തെ പറഞ്ഞ റോബോട്ടിനെ കൊണ്ടുവരുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. വായിച്ചാട്ടെ. അരുളി ചെയ്തതുപോലെ ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത്. അയ്യോ, യഹൂദന്റെ സിനഗോഗിനകത്ത് റോബോട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ദൈവമക്കൾ റോബോട്ടിനെ വണങ്ങത്തിലെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അയ്യോ, ഐഎസിന്റെ പട്ടാളക്കാർ വിഗ്രഹത്തെ വണങ്ങാത്തവര്, പന്നിയുടെ രക്തം കുടിക്കാത്തവരെ തലയറക്ക്. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി അവൻ ന്യായാസനങ്ങളെ തുറന്നു. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും വചനവും നിമിത്തം തലയറക്കപ്പെട്ട ആത്മാക്കൾ കണ്ടോ? വിഗ്രഹത്തെ റോബോട്ടിനെ വണങ്ങാത്തവര്, പന്നിയുടെ രക്തം കുടിക്കാത്തവര് അവന്റെ തലയറക്കും. ആരാ? ആലയത്തിനകത്ത് റോബോട്ട് വരും. 2 IS. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? കളിക്കാവിള എന്ന് പറയുന്നൊരു സ്ഥലം അറിയാം? ബാക്കി ദാനിയേൽ എവിടെങ്കിലും പ്രസംഗിച്ചു തരാം. കളിക്കാവിള ചെക്ക് പോസ്റ്റ് ഒരു ചെറുപ്പക്കാരൻ നിന്ന് ASI വിൻസെന്റ് വർഗീസാറിന് പിടി കിട്ടിയോ? തോക്കെടുത്ത് വൈകിട്ട് വെടിവെച്ചു വന്നു. സ്വത്രം. എന്തിനാ വെടിവെച്ചു വന്നേ? പറയാം. ശ്രീലങ്കയിലെ പള്ളിയിലെ സ്ഫോടന,
പാലക്കാട് ഉക്കടവും കോയമ്പത്തൂരും. അവിടെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥനായിരുന്നു വിൻസെന്റ്. ദാണ്ടി കളിക്കാവുള്ള സ്വോത്രം. അവനെ അവിടെ പിടിച്ച് അവൻ ഡ്യൂട്ടി മാറിയത് IS അറിഞ്ഞ് നെയ്യാറ്റിൻകര നോട്ടോയി വന്നിട്ടാ പട്ട പകൽ ഈ കളിക്കാവളെ ചെക്ക് പോസ്റ്റിൽ കൊന്നത്. വല്ലതും കണ്ടായിരുന്നു? പത്രവാർത്ത എങ്ങാണ് കേട്ടായിരുന്നു? അയ്യോ, കളിക്കാവളെ ഓറഞ്ച് മേടിക്കാൻ പോയി നിൽക്കും. ഇതൊക്കെ ഒന്ന് അറിയണമായിരുന്നു. സ്വോത്രം. തമിഴ് പത്രികയിലൊക്കെ വരും. സ്വോത്രം. പൊന്നമ്മേ മറിയാമേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവം കളിക്കാവളെ. അവന്മാർ ഇവിടുന്ന് ഖത്തറിൽ പോയി തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് 3 എണ്ണത്തിനെയും കൊണ്ടുവന്നു. സ്വോത്രം. ഇതൊക്കെ വായിക്കണം. അല്ലാതെ ഞങ്ങളുടെ പാസ്റ്റർമാരാണൊക്കെ കല്യാണം പറഞ്ഞോ നോക്കാതെ ഇതൊക്കെ നോക്ക്. കാലം തീരാറായി. സ്വോത്രം. കളിക്കാനുള്ളവർ IS വന്നു. സ്വോത്രം. അങ്ങനെയെങ്കിൽ അവന്റെ പരിപാടി ആ തലയിറക്കും. ഇറാഖിലും മൊസൂളിലും ചുവന്ന തൂർത്തിട്ട് പിള്ളേരെ തലയിറക്കുന്ന മൊബൈലിൽ കാണത്തില്ലേ? നിമ്രോദിന്റെ തലമുറ, ഇറാഖിലെ നായാട്ടുവീരന്മാർ ഇന്ന് രാത്രി ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം ആലയത്തിൽ. 2, യഹൂദൻ പന്നിയുടെ രക്തം കുടിക്കത്തില്ല. അന്ന് അവന്റെ തലയിറക്കും. ഇന്ന് രാത്രി ആലയത്തിനകത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം യഹൂദന്റെ സിനഗോഗിൽ വരുന്നതിന് മുമ്പ് കാൽവറി മിഷനെ മറ്റൊരു മുഖം മധ്യാകാശത്തിൽ വരും. അവന്റെ പേരാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരും. അമ്മമ്മ നെഞ്ചുകീറി പ്രസംഗിക്കുക കേട്ടോ. ആലയത്തിനകത്ത് പന്നിയെ ഇറക്കും. പന്നിയുടെ രക്തം കുടിക്കാത്ത യഹൂദന്റെ തലയിൽ അവർ കളിക്കാവുള്ള വെടിവെച്ചോല്, ഇറാഖിലും മൊസൂളിലും കടുത്തിറത്തോല് യഹൂദന്റെ തലയിറക്കും. ആ രക്തം അവിടെ താഴെ വീഴും. ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആട്ടിൻകുട്ടി അറക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില് ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ വൈത്തോമിന്റെ മുമ്പിലില്ല, ഊരമ്പി ചെല്ലണം. TPMന്റെ പെന്തിക്കോസ് ആദ്യം എഴുതി വെക്കുന്ന ഇതാ, ഇസ്രായേലേ, ഇസ്രായേലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 3 കാര്യം കൂടെ വായിച്ച് പാട്ടുപാടാം. ശ്വാസം കുറയുന്നു. വായിക്കാം. ആ ദിവസത്തെ ഓർത്ത് യേശു എന്ത് പറഞ്ഞു? യോഹന്നാൻ 9:4. കുഞ്ഞു വായിച്ചാട്ടെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. 7 ദിവസം ഇവിടെ കൺവെൻഷൻ നടക്കുക. എല്ലാവരും കേട്ടോണം. മോളെ വാക്യം മാറ്റൽ ഒരു വാക്കോടെ ഉണ്ട്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുവൻ. ദൈവമക്കളെ, 9 മാസമാണ് ഇപ്പം. ഇനി എത്ര മാസമുണ്ട്? 10, 11, 12. ഈ വർഷം നിങ്ങൾ കരമൊന്നും ഉയർത്തണ്ട. പെന്തിക്കോസിന്റെ പ്രസംഗവും പ്രസംഗിക്കേണ്ട. ഒരാളോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയണം. കരമുയർത്തുന്നവർക്കായി. സഹോദരി, മാനസാന്തര സ്നാനമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടിയത് യേശു ക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുവിൻ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തിയാട്ടെ. ഇതാ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നാൽ എന്താ കാൽവറി കൺവെൻഷൻ കൂട്ടങ്ങളുടെ നൽസൈതി കൂട്ടങ്ങൾ 3-ാമത് ഇരവ് ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, കരമുയർത്തുന്നവർക്കായി നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ നാം കാന്തന്റെ വരവിലെടുക്കപ്പെടും. പോരെ, 5 കണ്ടന്റ് നിങ്ങളോട് 3 ദിവസമായിട്ട് ഞാൻ പറയുക. 1000 ആണ്ട് വാഴ്ച. 1, വചനവും സാക്ഷ്യവും നിമിത്തം തലയറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. 2, പ്രതിമയെ വണങ്ങാത്തവർ. 3, മൃഗത്തിന്റെ സംഖ്യ ഏൽക്കാത്തവർ. 4, മുദ്രയേൽക്കാത്തവർ. അവരാരോട് ചേർന്നു? 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ കൺവെൻഷന് ഒരു തീരുമാനം എടുക്കണം. അതിനാസ്പദം ബാക്കി നെയ്യാറ്റിൻകര പറയാം. ഈ ചിപ്പ് വെച്ചവന്റെ അവസ്ഥ എന്തായിരിക്കും? വെളിപ്പാട് 14, 9, 10, 11 വാക്യങ്ങൾ കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. 3-ാമത് വേറൊരു ദൂതൻ. ചിപ്പ് വെച്ചവന്റെ അവസ്ഥ. 3-ാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും റോബോട്ടിനെ വണങ്ങിയവരുടെ അവസ്ഥ. വായിച്ചാട്ടെ. നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവർ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. അവരെവിടാ വീഴാൻ പോകുന്നത്? ചിപ്പ് വെച്ചവ എവിടെ വീഴും?
എല്ലാവരും വായിച്ചോ മോളെ, ചിപ്പ് വെച്ചവൻ വായിച്ചോട്ടെ. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അവർ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. തീ കത്തുന്ന പൊയ്കയിൽ വീഴുമെന്ന്. കരമുയർത്തുന്നവർക്കായി മൃഗത്തെ വണങ്ങുന്നവനും മൈക്രോചിപ്പ് വെക്കുന്നവനും അവസാനം അന്തിമ ന്യായവിധിയിൽ വീഴുന്നത് തീ കത്തുന്ന പൊയ്കയിൽ. ചെങ്കവിളെ, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്ന ഒരു രക്ഷാ ദിവസം. ചങ്ക് കീറി കർത്താവിന്റെ വരവിനെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ട് അലക്ഷ്യമായി ഇത് കേൾക്കാതെ ഇത് കേട്ട് നാഥനെ രക്ഷിതാവായി സ്വീകരിക്ക്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവാരാ? കാണാതെ പോയതിനെ തേടി മടങ്ങി വന്നവനാ നമ്മുടെ കർത്താവ്. ഒരു വ്യക്തിക്ക് 100 ആടാ, അതിനകത്ത് 99 ആടുകൾ, ഒരാട് പോയി. ആ 99 വിട്ടിട്ട് കാണാതെ പോയതിനെ തിരഞ്ഞ് മടങ്ങി വന്ന നല്ല ഇടയന. സ്വത്രം. രാത്രി അവസാനിപ്പിക്കാൻ 2 കാര്യം കൂടെ പറയാം, പാട്ടും പാടാം. കേട്ടോ മക്കളെ, പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ എന്താ? എല്ലാവരും കേൾക്കണം. ഒരാൺകുട്ടി പാളയത്തിൽ പാപം ചെയ്താൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, ന്യായപ്രമാണം. ഒരു പെങ്കൊച്ച് പാപം ചെയ്താൽ ലേവ്യാവസ്ഥ വായിക്കേണ്ട, പുരോഹിതന്റെ മകളായ അവളെ തീ വെച്ച് കൊല്ലണമെന്നാ പഴയ നിയമം. അതിന്റെ പേരാ ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമത്തിൽ ഒരപ്പനുണ്ട്, എല്ലാവരും കേൾക്കണം. ഇതൊരു ചെറിയ കഥ. ഒരപ്പനുണ്ട്, പിടിക്കാം. ചെങ്കവിളെ, ഞങ്ങളുടെ കരിയാക്കുട്ടി അച്ചായനും അന്നമാമയും അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്തവൻ നല്ലവനെന്നാ ബൈബിള്, രണ്ടാമത്തവന്റെ പേര് ധൂർത്തുപുത്രൻ എന്നാ. പക്ഷെ പെന്തിക്കോസുകാർ അവനെ മുടിയൻ, കുടിയൻ, കൊള്ളരുതാത്തവൻ എല്ലാ പേരും ഇട്ടു. സ്വത്രം. ബൈബിളിൽ ഒറ്റ പേരുള്ളായിരുന്നു, ധൂർത്തുപുത്രൻ. അവൻ ഇവിടെ നിന്നപ്പോൾ അവൻ്റെ അടുത്ത് ആരാണ്ട് പറഞ്ഞു, അപ്പൻ്റെ വീടൊന്നും ശരിയല്ല, നീ മാർത്താണ്ഡത്തോട്ട് പോരെ, നല്ല ബിസിനസ്സും നല്ല ഫ്ലൈ ഓവറും ഒക്കെ. അപ്പൻ കറിയാക്കുട്ടി അച്ചായനോട് മോൻ പറഞ്ഞു, എൻ്റെ വീതോ ആ ബാങ്കിലെ ബാലൻസും ഒക്കെ ഇഞ്ഞ് തന്നേര്. അപ്പൻ വളരെ മര്യാദയുള്ളവനായിരുന്നു, നീ പോയി എവിടെങ്കിലും പൊക്കോളാനല്ല പറഞ്ഞത്. എന്നാലും നാട്ടുകാർ കാണാൻ ഇനി മോനുമായിട്ട് വഴക്ക് കൂടണ്ട. എന്തായാലും ബാങ്ക് ബാലൻസും ഇതെല്ലാം കൂടെ കൊടുത്ത് അവനെ എവിടാക്കിയെന്നറിയാമോ? മാർത്താണ്ഡത്താക്കി. ഇവ അവിടെ ചെന്ന് നല്ല ഒരു ചെറിയ കടയും തുടങ്ങി പൈസയുടെ പലിശയൊക്കെ കൊടുത്ത് 2 വർഷത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോഴേ കോവിഡ് വന്നത്. സ്വത്രം. ഇവൻ്റെ വട്ടിപ്പലിശയും പോയി, ഇവൻ്റെ കൂടെ മാർത്താണ്ഡത്ത് ബാറി കുടിക്കുന്നവരും പോയി, എല്ലാം പോയി. ഇപ്പം ഇവൻ്റെ നക്കാപ്പിച്ചയില്ല. സ്വത്രം. അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ വിചാരിച്ചു ഇനി അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന രക്ഷയില്ല. നട്ടാലത്ത് നല്ല മലയുണ്ട്, അവിടെ ആരാണ്ട് പറഞ്ഞ് പന്നിയെ മേയ്ക്കുന്ന ഫാമുണ്ട്, അവിടെ ആളെ വേണം, ഇവനെ അവിടെ കൊണ്ടു കൊടുക്കാം. സ്വത്രം. കേട്ടോണം, അരുമயான ചെയ്തി. അവരെന്തോ ഇത് നട്ടാലത്ത് ഫാമിൽ കൊണ്ട് ചെന്ന് ഫാമിൻ്റെ ആൾ നോക്കിയപ്പോൾ ഈ മുടിയൻ ധൂർത്തുപുത്ര വെച്ചിട്ട് കാണാൻ കൊള്ളാമെന്നാണ്. അവനെടുത്ത് പറഞ്ഞ്, നിനക്ക് ചപ്പാത്തി, അത് കഴിഞ്ഞിട്ട് ഞാൻ പരിപ്പുവട, ചായ, മസാല ദോശ എല്ലാം കൊണ്ടുതരാം, പന്നികളെ നോക്കിക്കോളാം. ഇപ്പം കയ്യിലൊന്നുമില്ല, കോവിഡ് വന്നെല്ലാം പോയി. ഒരു ഉടുപ്പും ഒരു മുണ്ടുമായിട്ടായി പന്നിയുടെ അടുത്ത് എന്നേക്കുന്നത്. എല്ലാവരും കേൾക്കണം ഇത്. സ്വത്രം. ആദ്യമൊക്കെ ഈ ഓണർ കൃത്യമായിട്ട് വന്നവന് ചായ, കാപ്പി, അത് കഴിഞ്ഞിട്ട് ഓണർക്ക് പിടികിട്ടി ഇനി ഒരു നാളിൽ അവൻ മടങ്ങി പോകത്തില്ല. അപ്പോൾ ഓണർ ഒരു കാര്യം ചെയ്ത് വർഗീസ് മാസ് കിട്ടിയോലെ 2 താപവും കൂടെ വെച്ച് മതിലൂടെ അങ്ങ് കിട്ടി. സ്വത്രം. ഇവൻ ചാടാതിരിക്കുക. സ്വത്രം. പിന്നെ എന്തോ ചെയ്തെന്നറിയാമോ? കേൾക്കണം. സ്വത്രം. പിന്നെ വരത്തില്ല. അപ്പം ഇവൻ മിസ് കോൾ അടിച്ചു. ഓണർ പറഞ്ഞ്, ഞാനും ഇത് സാമ്പത്തികമായിട്ട് ടൈറ്റാ, പന്നിക്ക് കൊണ്ടുവന്ന വാളവര്, പുളിയരി, ഓക്കെയൊക്കെ ഉണ്ട്, അത് നീ കലക്കി കുടിച്ചോളാം. സ്വത്രം. കേൾക്കണം, ഇതാ കഥ. 2 വർഷം അവിടെ കിടന്നു. പന്നിയുടെ മൂത്രം, പന്നിയുടെ ചാണകം, വാളവര്. അങ്ങനെ ഇരുന്നപ്പോൾ അരുമയാണ് ഒരു ചെയ്തി അങ്ങ് കേൾക്കുന്നത്. ഉലകം തീരാറായി, ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു. സഹോദരാ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. അപ്പൊ ചെങ്കവിളെ പല കൺവെൻഷൻ അവന് കേട്ടിട്ടുള്ളതാ. അപ്പൊ ഇവനൊരു സംഭവം ഉണ്ടായി, സുബോധം വന്നു. സ്വത്രം. ഇതാ സുവിശേഷ പ്രസംഗം, ഇതിനാ ഞാൻ ഇവിടെ വന്നത്. ഇവന് സുബോധം വന്നു. അച്ഛൻ ചെന്ന് തലയിൽ കറക്കിയില്ല, പാസ്റ്റർ എന്ന് പിടിച്ചില്ല. അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഇവന്റെ ചങ്കിനകത്ത് കത്തി, ലോകം തീരാറായി. പന്നിയോടെല്ലാം പറഞ്ഞു, അരുമயான പന്നി സഹോദരങ്ങളെ, இந்த நாட்களில் നമ്മൾ പിള്ളை മാതിരി തമ്പി തങ്കച്ചിമാര് നിന്ദിരക്കത്, എനിക്ക് സുബോധം വന്നിരിക്കുന്നു, ഞാൻ പോവുകയാണ്. സ്വത്രം. മുതലാളി ഉണ്ടാക്കിയ മതിലേന്ന് ഒറ്റ ചാട്ടം ധൂർത്തുപുത്രൻ. അപ്പോൾ തന്നെ അവശതയായി. വേച്ച് ആദ്യ ദിവസം മാർത്താണ്ഡത്ത് വന്നു. സ്വത്രം. അവിടെ അങ്ങ് കിടന്ന് ആരാണ്ട് ചായയൊക്കെ മേടിച്ചു കൊടുത്ത് പിറ്റേന്ന് നടന്ന് വെളുപ്പിന് അന്ന് വൈകിട്ടായപ്പോൾ കുടിത്തറയെ വന്ന് അവിടെ കിടന്നു. സ്വത്രം. 3-ാം ദിവസം കേട്ടോണം അരുമயான കഥ. 3-ാം ദിവസം കളിക്കാവിളെ വന്നപ്പോൾ രാത്രിയായി. 6 മണിക്ക് വെട്ടം വെച്ച ബാരണ്ട് ചോദിച്ച്, നിങ്ങൾ ടീ സാപ്പിട്ടിരിക്കതാ?
അപ്പോൾ ഒരു ടീയെ കൊടുത്തപ്പോൾ ഇവൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. പെതിയെ കൊല്ലംകോടോ ഇവിടെ ചെറുപാറ ഇവിടത്തേക്ക് വരുവാ, ഇവിടെ ചെങ്കവിളിലേക്ക് 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് തളച്ചാമ്പള പാസ് ചെയ്ത് കോഴിവിളാക്ക പാസ് ചെയ്ത് പെരിയ പാലവും കഴിഞ്ഞ് 7:30 ഞങ്ങളുടെ കറിയാക്കുട്ടി അച്ചായന് അന്നമാമ ചായ കൊണ്ട് കൊടുക്കാൻ നേരം CCTV കൂടെ ദാ വരുന്നു. ആര് വരുന്നു? നമ്മുടെ മുടിയമ്പുത്രൻ സ്വോത്രം. ഇന്നത്തെ ചെങ്കവിളയിലെ കറിയാക്കുട്ടി ചായനും അന്നമാമ എന്നേ പറഞ്ഞ് അമ്മാമ പറഞ്ഞ അച്ചായ ആ മുടിയം പിന്നെയും വരുന്നു, നമുക്ക് ഊരമ്പ് വഴി തിരുവനന്തപുരത്തേക്ക് വണ്ടി വിടാൻ ഗേറ്റ് തുറക്കാൻ പറയും. കര ഉയരുന്നില്ലല്ലോ സ്വോത്രം. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ കണ്ടിട്ട് ഗേറ്റ് തുറന്ന് വണ്ടിയെടുത്ത് പോയതല്ല, അവന് വേണ്ടി ഗേറ്റ് തുറന്നു കൊടുത്ത ഒരപ്പനെ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. അവ ഓടി വന്ന് അപ്പന്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, എന്നെ വീട്ടിൽ കയറ്റണ്ട. നമ്മുടെ സൈഡിൽ ആ റബ്ബർ ഒട്ടുപാലും ഉറക്കുന്ന പരയുണ്ട്, അവിടെ ഒരു പായിട്ട് കിടത്തിയാൽ മതിയത്. സ്വോത്രം. ചെറിയ കഥയെ കേട്ടോണം ഇതിനകത്ത് ആശയം. അപ്പം പറഞ്ഞ് നീ പോയതിൻ്റെ അന്നൂട്ടി ഞാൻ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്തു. ഇതാ സുവിശേഷ പ്രസംഗം. ഇവൻ എത്ര കൊല്ലം? 2 കൊല്ലം പന്നിയുടെ കൂട്ടത്തിൽ കിടന്നേ അവർക്ക് വിശ്വാസമായി. ഇവന്റെ പന്നിയുടെ നാറ്റം അവൻ്റെ ഉടുപ്പിനകത്ത്, പന്നിയുടെ മൂത്രത്തിന്റെ മണം അവന്റെ ശരീരം. ആ വന്നവന്റെ നിറം നോക്കാതെ, മണം നോക്കാതെ, ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, കുപ്പായം നോക്കാതെ ചേർത്ത് പിടിച്ച ഒരപ്പച്ചനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവനത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഈ പ്രമാണത്തിന്റെ പേരാ കൃപയുടെ പ്രമാണം. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി കഴിഞ്ഞ 2 நாட்களை அருமையான செய்தி இந்த ஒலி பக்கத்தில் இருக்கிறோம். தாயை தகர்ப்பரே தம்பி தங்கச்சி, இந்த நாட்கள் அருமையான செய்தி கூட்டத்தை கேட்டு தாங்கள் மദ്യപാനിയാണോ പുകവലിക്കുന്നവനാണോ? ഇന്ന് രാത്രി മടങ്ങി വന്നാൽ വാതിലുകൾ തുറന്ന് ഒരപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. മടങ്ങി വാ. റിപ്പന്റൻസ് നിർത്താൻ പോവാ. സ്വോത്രം. പക്ഷെ അവനെ മണിയറെ കൊണ്ടുപോയില്ല. ഇതാ എന്റെ പ്രസംഗം. അവനെ മണിയറെ കൊണ്ടുപോയില്ല. എന്താ പറഞ്ഞ്? അപ്പൻ പറഞ്ഞ കാര്യമുണ്ട്. യവനെ ധരിപ്പിക്കാൻ ഒരു വിലയേറിയ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. സ്വോത്രം. ഒന്നാമത്തെ യാദം ഏദനിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കത്തെ യാദം കാൽവറിയിൽ തന്റെ ദേഹമാകുന്ന തിരശീലം നമുക്ക് വേണ്ടി ചീന്തി. ആ വസ്ത്രം, ആ രക്ഷയുടെ വസ്ത്രം, അതുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. കരമുയർത്തുന്നവർക്കായി അവനെ ആ മണിയറയിൽ കൊണ്ടുപോയത്. വിശുദ്ധ ബൈബിൾ നിർത്താം. വെളിപ്പാട്. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി മുടിയമ്പുത്രൻ മടങ്ങിയപോലെ ആര് മടങ്ങി വരും? നിന്നെ ചേർക്കാൻ നാഥൻ വരാറായി. ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. 2-ാം ലോകമഹായുദ്ധം. മോളൊരു വാക്യം കൂടെ വായിക്കണം. പാട്ടുകാർ ശരിയായിരിക്കാം മക്കളെ. അപ്പൊ നമുക്കൊരു പാട്ടുകൂടെ പാടി അങ്ങ് നിർത്താം. ബാക്കി മറ്റൊരിക്കൽ. അതിൻ്റെ 2-ാം ലോകമഹായുദ്ധം എല്ലാവരും കേൾക്കണം. 5.5 കോടി പേര് മരിച്ചു. എല്ലാ വീട്ടിലെ ശവപ്പെട്ടി വന്നു. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ബ്രിട്ടനിലെ ഒരു സംഘടന, നല്ല സംഘടന, എല്ലാവർക്കും കത്തയച്ചു. നല്ലൊരു പെയിന്റിങ് ആരയച്ചു തരും? 10,000 പൗണ്ട് നിങ്ങൾക്ക് തരാം. 2 പടം അയച്ചാൽ. പലരും പടം അയച്ചു. സ്കൂളിൽ പോകുന്നത്, പള്ളിയിൽ പോകുന്നത്, ചെടി വെക്കുന്നത്, കൈ ഉയർത്തുന്നതെല്ലാം. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ ഒരു പടം അടച്ചു. സഹോദരങ്ങൾ കേൾക്കണം. 2 പടം. ഒരു വലിയ സമുദ്രം, സമുദ്രത്തിന്റെ നടുവിലൊരു പാറ, പാറയുടെ മേൽ കാക്ക. അവൻ എഴുതിയിരിക്കുക, ഇത് അറ്റ്ലാന്റിക് സമുദ്രം, ഈ പാറ ക്രിസ്തുവാ, അതിന്റെ നടുവിൽ നിൽക്കുന്ന കാക്ക വിശ്വാസിയ. സമുദ്രം ഇളകുന്നു. 2-ാമത്തെ പടം. സമുദ്രത്തിൽ നിന്ന് തിരമാല. പാറയ്ക്കും കുലുക്കുമില്ല, കാക്കയ്ക്കും കുലുക്കുമില്ല. സ്വോത്രം. അപ്പൊ അവൻ എഴുതിയേക്ക, സമുദ്രം എത്ര ഇളകുന്നു. ഇതാ കണ്ടോ, ആ തിരമാലയുടെ നടുവിൽ ഒരു കൊച്ചു മീൻ ഈ കാക്കയുടെ വായിലോട്ട് കയറുക. സ്വോത്രം. അവൻ എഴുതിയ, ലോകമാകുന്ന ഗംഭീര വാരിധി എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു ഭയമില്ല. അതിന്റെ വായ്ക്കകത്തൊരു കൊച്ചു മീനിനെ കൊടുക്കാൻ എന്റെ കർത്താവ് വിശ്വസ്ത. അതുകൊണ്ട് കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം. ഇവിടെ സുനാമി വരട്ടെ, ഭൂകമ്പം വരട്ടെ, ഹമാസ് യുദ്ധം വരട്ടെ, പ്രതികൂലം വരട്ടെ, ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയാകുന്ന വിശ്വാസിക്ക് ഒരു ഉറപ്പുണ്ട്. എന്റെ വായ്ക്കകത്തൊരു കൊച്ചുമീനിനെ തരാൻ കാന്തൻ തയ്യാർ. ബാക്കി മറ്റൊരിക്കൽ നിർത്താം. മുദ്രയേക്കാത്തവർ എവിടെ? അതിവിടെ പറഞ്ഞ് ഇന്ന് രാത്രി പാട്ട് പാടാം. പാട്ടെടുത്താട്ട് കുഞ്ഞുങ്ങൾ. യോഹന്നാൻ ആ വെളിപ്പാട് 15:2. മുദ്രയേക്കാത്തവർ എവിടെ?
തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. മതിമക്കളെ, അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്നത്, കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. മൃഗത്തിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും അതിന്റെ മുദ്രയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ മിട്ടി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. നിർത്താൻ പോവും, എല്ലാവരും ഇത് കേൾക്കണം. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. എല്ലാവരും കേട്ടാട്ടെ. ലേവ്യരുടെ യാഗമാ. കാല് കൂട്ടിക്കെട്ടിയിരിക്കുക യാഗപീഠത്തിന്റെ മുമ്പിൽ. പുരോഹിതൻ കത്തിയുമായിട്ട് നോക്കും. നല്ല പ്രാവ്, മേധസ്സുള്ള പ്രാവിന്റെ തലയറക്കും. അപ്പൊ ചമച്ചി ആ തലയറത്തിട്ട് എന്ത് ചെയ്യും? ആ രക്തം യാഗപീഠത്തിനകത്ത് ഒഴിക്കും. ഞെക്കും. ഉടല് പടയ്ക്കും. തലയറത്ത പ്രാവിന്റെ കൂടിരിക്കുന്ന പ്രാവിന്റെ ശരീരത്തെ രക്തം തെറിക്കും. അതിമ വെട്ടുമ്പോൾ യാഗപീഠത്തിലാ നോക്കും. യാഗം കഴിയും, യാഗത്തളി ആചരിക്കും. അവസാനം പുരോഹിതൻ ആ കത്തി, മാർപ്പത കത്തി ഇടാൻ നേരം ആ പിടയ്ക്കുന്ന പ്രാവിന്റെ ഉടലും മറ്റേ രക്തം വീണ പ്രാവിനെ നോക്കും. ഓ, ഇനി കാര്യമില്ലല്ലോ, അതിനൊരു കാര്യം ചെയ്യും. കെട്ടിന്റെ അവിടെ ചൊറ്റ അറപ്പ്, പിടയ്ക്കുന്ന ഉടൽ അങ്ങോട്ട് തെറിച്ചു പോവും. കെട്ടഴിഞ്ഞ പ്രാവ് പിന്നെ പട്ടണത്തിൽ ഇരിക്കത്തില്ല. അത് യാത്രയും പാറയുടെ പിളർപ്പിലും കടുന്തൂക്കും. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, വാലിബനെ, നിങ്ങളുടെ മുഖം ആരും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മുഖം കാണുന്ന ഒരു ദിവസമുണ്ട്. 10,000 പേർ സുന്ദരനായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ എന്ന് രാത്രി 3ാം ഭാഗം ഇവിടെ അവസാനിച്ചു. ബാക്കി മറ്റൊരിക്കൽ അവൻ ന്യായാസനങ്ങളെ തുറന്നു. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും അതിന്റെ മുദ്ര ഏൽക്കാത്തവർ തല ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം, വചന നിമിത്തം അറുക്കപ്പെട്ട ദൈവാത്മാക്കളെ ക്രിസ്തുവിന്റെ കൂടെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് വീണു. വരാൻ പോകുന്നു ആട്ടിൻകുട്ടിയും കല്യാണം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. കുഞ്ഞാടിന്റെ കല്യാണം വരാറായി. തന്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. തീ കലർന്ന പളുങ്ക് പടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ജയിച്ചവർ ആട്ടിൻകുട്ടിക്ക് വീണകൾ മീട്ടി എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടൊരു പഴയ പാട്ടുപാടി കുഞ്ഞാടതിൽ വിളക്കാണ്.